Good morning. Okay. തുടങ്ങിയാലോ ഇപ്പൊ നമുക്ക്? ഓക്കെ, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. തുടങ്ങാം. കഴിഞ്ഞ ദിവസം ശനിയാഴ്ച ക്ലാസ് ഉണ്ടായിരുന്നു. ആകെ എത്ര പേരുണ്ടായിരുന്നു? 15 പേരെ ഞാനുണ്ടായിരുന്നു. ലാസ്റ്റ് ഇരുന്നത് കുറച്ച് 10 പേരായിരുന്നു. അപ്പൊ അന്നത്തെ ക്ലാസ്സുകള് മിസ്സായവര് റെക്കോർഡഡ് ക്ലാസ് കാണാനായിട്ട് നോക്കുക കേട്ടോ. നമ്മൾ മെഡിക്കൽ ഇൻഷുറൻസിന്റെ അവസാന ഭാഗം വരെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, തുടങ്ങില്ല കേട്ടോ. നമ്മള് വേറെ സെറ്റ് ആയിട്ടിരിക്കുകയല്ലേ? ഓൺ മ്യൂട്ട് കൊടുക്കാണ് കേട്ടോ. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ 3 സ്കീമുകളൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. ESI പറഞ്ഞു, CGHS പറഞ്ഞു, അതുപോലെ തന്നെ എന്തായിരുന്നു RSB അല്ലെ, രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന. ആ 3 സ്കീമുകളെ പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് TPA ആണ് കേട്ടോ, തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ആണ്. എന്താണെന്നൊക്കെ പറഞ്ഞിരുന്നു. അതായത് നമ്മുടെ ഇൻഷുറൻസ് കമ്പനിക്കും ഹോസ്പിറ്റലിലും പോളിസി ഹോൾഡർക്കും ഇടയിലായിട്ട് ഒരു കണക്റ്റിംഗ് ലിങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഏജൻസി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കമ്പനി, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് ക്ലെയിം പ്രോസസ് ആണ്. എങ്ങനെയാണ് നമ്മളൊരു ക്ലെയിം എങ്ങനെയാണ് പ്രോസസ് ചെയ്യുന്നത്, അപ്പൊ അതിന്റെ സ്റ്റെപ്പുകളൊക്കെ കണ്ടു. പിന്നെ ഇതിന് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഒരു പിക്ചറാണ് കേട്ടോ. അതായത് ബജാജ് അലയൻസ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ ക്ലെയിം പ്രോസസ് ആണ് പകുതിയോളം നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. ജസ്റ്റ് അതൊന്നും കൂടെ റിവൈസ് ചെയ്ത് നമുക്ക് പറയാം. അന്നത്തെ ക്ലാസ്സിൽ ഇല്ലാത്തവരൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. നോക്കാം, ബജാജ് അലയൻസ് ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം പ്രോസസ്. ബജാജ് അലയൻസ് എന്ന് പറയുന്നത് അറിയാലോ, ഇൻഷുറൻസ് കമ്പനിയാണ്. അപ്പൊ അവരുടെ ഒരു ക്ലെയിം പ്രോസസ് ആണ് പിക്ചറായിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോ ഇത് കസ്റ്റമർ ആണ്. അദ്ദേഹം എന്താ ചെയ്യുന്നത്? കസ്റ്റമർ അപ്രോച്ചസ് നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ ഫോർ ദ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് അല്ലെ. ഒരു ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് കസ്റ്റമർ, അതായത് പേഷ്യന്റ് ആണ് സമീപിക്കുകയാണ്, ഹോസ്പിറ്റലിനെ സമീപിക്കുകയാണ്, അതായത് ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുകയാണ് അല്ലെ. അപ്പൊ അവര് പറയുന്നത് ഒരു ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അവര് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പൊ ഹോസ്പിറ്റൽ എന്ത് ചെയ്യും? ഹോസ്പിറ്റൽ വെരിഫൈസ് ദ കസ്റ്റമർ ഡീറ്റെയിൽസ് ആൻഡ് സെൻഡ് പ്രീ ഓത്ത് ബൈ ദ കൺസൾട്ട്. ഹോസ്പിറ്റൽ എന്ത് ചെയ്യും? കസ്റ്റമറുടെ ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായിട്ട് വെരിഫൈ ചെയ്യും അല്ലെ. ഓക്കെ, വെരിഫൈ ചെയ്തിട്ട് പ്രീ ഓത്ത് എന്ന് വെച്ചാൽ എന്താണ്? പ്രീ ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പ്രീ ഓതറൈസേഷൻ ലെറ്റർ നമുക്ക് പറയാം കേട്ടോ. അപ്പൊ ഫാക്സ് വഴിയായിട്ട് പ്രീ ഓതറൈസേഷൻ ലെറ്റർ ആർക്കയക്കും? ഹോസ്പിറ്റല് കമ്പനിക്ക് അയക്കും. ഓക്കെ, ഇയാൾ ഏത് ഇൻഷുറൻസ് കമ്പനിയുടെ പോളിസിയാണോ എടുത്തിട്ടുള്ളത് ആ കമ്പനിയിലൂടെ ഹോസ്പിറ്റൽ എന്ത് ചെയ്യും? ആ പ്രീ ഓതറൈസേഷൻ ലെറ്ററുകൾ ഫാക്സ് വഴി കമ്പനിക്ക് അയക്കും. നമ്മുടെ കമ്പനി ഇവിടെ ബജാജ് അലയൻസ് ആണ്, അവർക്ക് അയച്ചു കൊടുക്കുകയാണ്. ബജാജ് അലയൻസ് എന്ത് ചെയ്യും? വെരിഫൈസ് ദ പ്രീ ഓത്ത് ഡീറ്റെയിൽസ് വിത്ത് പോളിസി ബെനിഫിറ്റ്സ് ആൻഡ് സെൻഡ്സ് ദ റെസ്പോൺസ് ടു ദ ഹോസ്പിറ്റൽ. ബജാജ് അലയൻസ് എന്ത് ചെയ്യും? ഈ വന്നിട്ടുള്ള പ്രീ ഓതറൈസേഷൻ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് വെരിഫൈ ചെയ്യുകയും അതിന് പറഞ്ഞിട്ടുള്ള ബെനിഫിറ്റ്സുകളും മറ്റുമൊക്കെ ഇവാലുവേറ്റ് ചെയ്ത് അവരൊരു റെസ്പോൺസ് അയക്കാണ് ഹോസ്പിറ്റലിനുണ്ട് അല്ലെ. ഈ റെസ്പോൺസ് എന്ന് പറയുന്നത് 3 തരത്തിലാവാം. ഏതൊക്കെ തരത്തിലുള്ള റെസ്പോൺസ് ആവാം? ഒന്ന് അപ്രൂവ്ഡ് ആയിട്ടുള്ള റെസ്പോൺസ് ആവാം. ഓക്കെ, എല്ലാ ഡോക്യുമെന്റ്സും ക്ലിയർ ആണെങ്കിൽ എന്ത് ചെയ്യും? അപ്രൂവൽ ആണ് കൊടുക്കുക അല്ലെ. അപ്രൂവ്ഡ് ആയിട്ടുള്ള റെസ്പോൺസ് ആവാം. അതല്ലെങ്കിൽ ഡിനൈൽ ആവാം. ചിലപ്പോൾ എന്തായിരിക്കും? വേണ്ടത്ര ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ ഓതന്റിസിറ്റി ഇല്ലാത്തത് കൊണ്ട് ഒരു പക്ഷെ അത് എന്ത് ചെയ്യപ്പെടാം? ഡിനൈ ചെയ്യാം, റിജക്ട് ചെയ്യപ്പെടാം അല്ലെ. പിന്നെന്താണ്? ക്വറി ആണ്. ക്വറി എന്ന് വെച്ചാൽ അന്വേഷണം. ചിലപ്പോൾ ഏതെങ്കിലും ഡോക്യുമെന്റ്സ് അഡീഷണൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അവർ റിജക്ട് ചെയ്യില്ല. ഒരു അഡീഷണൽ എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ അവരൊരു ക്വറി എന്ന് വെച്ചാൽ അന്വേഷണമാണ് കേട്ടോ. അങ്ങനെ ഒരു റെസ്പോണ്ട് ആയിരിക്കും ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഓരോ റെസ്പോൺസിനും എങ്ങനെയൊക്കെയാന്ന് നോക്കാം. അപ്രൂവ്ഡ് നമ്മൾ പറഞ്ഞതാണ്. അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അപ്രൂവൽ ലെറ്റർ സെൻഡ് ബൈ ബജാജ് അലയൻസ് തിരിച്ച് അപ്രൂവ് ചെയ്തുകൊണ്ടുള്ള ലെറ്റർ ഹോസ്പിറ്റലിന് അയക്കുകയും ഹോസ്പിറ്റൽ എന്ത് ചെയ്യും? അഡ്മിറ്റ്സ് ദ പേഷ്യന്റ് വിത്തൗട്ട് എനി ഡെപ്പോസിറ്റ് ആൻഡ് പ്രൊവൈഡ് ദ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ്. ഹോസ്പിറ്റൽ എന്ത് ചെയ്യും? പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്നു. പ്രത്യേകിച്ച് ഡെപ്പോസിറ്റ് എടുക്കുമോ പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന്?
ഇല്ല, അവർക്ക് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് കൊടുക്കും. അപ്പോ പിന്നെ നമ്മുടെ പേഷ്യന്റ് എന്താണ് പേ ചെയ്യേണ്ടതായിട്ട് വരിക? പേ നോൺ മെഡിക്കൽ എക്സ്പെൻസസ് ആൻഡ് കോ പേയ്മെന്റ് ബിഫോർ ദ ഡിസ്ചാർജ് ഫ്രം ദ ഹോസ്പിറ്റൽ. അപ്പോ ഈ പറയുന്ന എന്താ പറയാ, പേഷ്യൻസിന് നോൺ മെഡിക്കൽ ആയിട്ടുള്ള ചെലവുകൾ മാത്രം കൊടുത്താൽ മതി. ഇപ്പൊ അവർ കഴിക്കുന്ന ഫുഡ് അങ്ങനെയുള്ളതിനൊക്കെ ഉണ്ടാവില്ലേ, അത്തരത്തിലുള്ള നോൺ മെഡിക്കൽ എക്സ്പെൻസുകൾ മാത്രം ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുൻപായിട്ട് അവർ പേ ചെയ്താൽ മതി. ബാക്കിയുള്ള ട്രീറ്റ്മെന്റിനുള്ള എല്ലാ എക്സ്പെൻസും ആര് ചെയ്തോളും? കമ്പനി പ്രൊവൈഡ് ചെയ്തു. ഇതാണ് അപ്രൂവ്ഡിന്റെ കേസിൽ നടക്കുന്നത്. ഓക്കെ അല്ലേ? എന്റെ ഡിനൈലാണ് കേട്ടോ. റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അടുത്തത്? നോക്കാം. ഡിനൈൽ ലെറ്റർ സെൻഡ് ബൈ ബജാജ് അലയൻസ്. ബജാജ് അലയൻസ് എന്ത് ചെയ്യും? ഡിനൈൽ ലെറ്റർ ആയിരിക്കും ആർക്ക് കൊടുക്കുന്നുണ്ടാവാം? ഹോസ്പിറ്റലിന് അയക്കുന്നുണ്ടാവാം. അപ്പൊ ഹോസ്പിറ്റൽ എന്ത് ചെയ്യും? Hospital admits the patient as a cash patient and the patient has to pay the bill. അപ്പൊ എന്താണ് ചെയ്യുക? ഹോസ്പിറ്റലിലെ പേഷ്യന്റിനെ അവിടെ അഡ്മിറ്റ് ചെയ്യും. പക്ഷെ എന്ത് ചെയ്യണം? പേഷ്യന്റിന്റെ കയ്യിൽ നിന്നവര് പൈസ അതിന് മേടിക്കും അല്ലെ, ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് പേഷ്യന്റിനെ അവിടെ അഡ്മിറ്റ് ചെയ്യും. സ്വാഭാവികമായിട്ടും പേഷ്യന്റിന് അവിടെ ആ സമയത്ത് ബില്ല് പേ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ അടുത്ത എന്താണ്? ക്ലെയിം ഫോർ റീഇംബേഴ്സ്മെന്റ്. അപ്പൊ പേഷ്യന്റിന് എന്ത് ചെയ്യാം? റീഇംബേഴ്സ്മെന്റിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യാം. റീഇംബേഴ്സ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് അവിടെ ചെലവായിട്ടുള്ള തുക നമുക്ക് പിന്നീട് ക്ലെയിം ചെയ്ത് നമുക്ക് മേടിക്കാനായിട്ട് സാധിക്കും. അതിനെയാണ് നമ്മൾ റീഇംബേഴ്സ്മെന്റ് എന്ന് പറയാം. അപ്പൊ എന്തെങ്കിലും അറിയോ? പേഷ്യന്റ് അവർക്ക് ചെലവായിട്ടുള്ള എല്ലാ എന്താ പറയുക എക്സ്പെൻസുകളുടെ ബില്ലുകളും മറ്റുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ കൃത്യമായിട്ട് അവര് എന്ത് ചെയ്യുക? കമ്പനിക്ക് സബ്മിറ്റ് ചെയ്തിട്ട് പിന്നീട് അവര് ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന സമയത്ത് പിന്നീട് ആ കമ്പനിയോട് റീഇംബേഴ്സ്മെന്റിന് വേണ്ടിയിട്ട് ഈ ബില്ലുകളും ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ട് നമുക്ക് ആ പേയ്മെന്റ് വാങ്ങാൻ പറ്റും കേട്ടോ. അതാണ് ക്ലെയിം ഫോർ റീഇംബേഴ്സ്മെന്റ്. ക്ലിയർ ആണല്ലോ? മൂന്നാമത്തെ റെസ്പോൺസ് നമ്മൾ എന്താ പറയുന്നത്? ക്വറി ആണ് അല്ലെ, അന്വേഷണം. അപ്പൊ എന്ത് ചെയ്യും? ക്വറി ലെറ്റർ സെൻഡ് ബൈ ബജാജ് അലയൻസ്. ബജാജ് അലയൻസ് ഒരു ക്വറി ലെറ്റർ ആയിരിക്കും ആർക്ക് അയക്കുന്നുണ്ടാവാം? ഹോസ്പിറ്റലിന് അയക്കുന്നുണ്ട്. അപ്പൊ ഹോസ്പിറ്റൽ എന്ത് ചെയ്യും? ഹോസ്പിറ്റൽ ഫാക്സസ് റിപ്ലൈ ഫോർ ക്വറീസ് ആസ്ക്ഡ് ബൈ ദ ഡോക്ടേഴ്സ്. അപ്പൊ ഡോക്ടേഴ്സിനോട് ചോദിച്ചുകൊണ്ട് അവരുടെ ചോദ്യങ്ങൾക്ക്, അവരുടെ അന്വേഷണങ്ങൾക്ക് കൃത്യമായിട്ടുള്ള റിപ്ലൈ ഹോസ്പിറ്റൽ എന്ത് ചെയ്ത് കൊടുക്കും? കമ്പനിക്ക് ഫാക്സ് ചെയ്ത് കൊടുക്കും. പിന്നെ ഫാക്സ് ചെയ്ത് കൊടുത്തതിന് പിന്നീട് ഈ പറയുന്ന പോലെ 3 റെസ്പോൺസ് അപ്പോഴും ഉണ്ടാവുന്നില്ല. അപ്രൂവ് ആവാം, ചിലപ്പോൾ ഡിലേ ആവാം, വീണ്ടും ഒരു ക്വറിക്ക് വേണ്ടിയിട്ടുള്ള റെസ്പോൺസ് ആയിരിക്കും കൊടുക്കുന്നുണ്ടാവാം. ഇത്രയുമാണ് ഒരു ക്ലെയിം പ്രോസസ് ആണ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. ഏത് കമ്പനിയുടെയാണ്? ബജാജ് അലയൻസ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? പറഞ്ഞത് പിക്ചർ മനസ്സിലായോ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഈ പിക്ചർ ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ബജാജ് അലയൻസിന്റെ ഒരു ക്ലെയിം പ്രോസസ് ആണ് ഈ തന്നേക്കുന്നത് കേട്ടോ. അപ്പൊ അത് എളുപ്പമല്ലേ? ഇത് വായിച്ചത് മനസ്സിലാക്കി വെക്കാം. അപ്രൂവ് ചെയ്താൽ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക, ഡിനേയിൽ വന്നാൽ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക, ക്വറി വരുമ്പോൾ എന്താണ് ചെയ്യുക, അതൊക്കെ ഉള്ളതൊന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഹോസ്പിറ്റൽ ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് മാനേജർ ആണ് കേട്ടോ. അതായത് ഒരു ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് മാനേജറിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഓക്കെ, അപ്പൊ ഓരോ പോയിന്റുകളും മനസ്സിലാക്കി വെക്കാം. എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ്, റെസ്പോൺസിബിൾ ഫോർ സൂപ്പർവൈസിംഗ് ദ ഇൻഷുറൻസ് ഓപ്പറേഷൻസ് ആൻഡ് ഡിസൈനിങ്, ഇംപ്ലിമെന്റിംഗ് ആൻഡ് ട്രെയിനിങ് ഹോസ്പിറ്റൽ സ്റ്റാഫ് ഓൺ ഇൻഷുറൻസ് പ്രോട്ടോകോൾസ്. എന്താണ് പറയുന്നത്? റെസ്പോൺസിബിൾ ഫോർ സൂപ്പർവൈസിംഗ് ദ ഇൻഷുറൻസ് ഓപ്പറേഷൻസ്. അതായത് നമ്മുടെ ഹോസ്പിറ്റലിലെ ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും സൂപ്പർവൈസ് ചെയ്യേണ്ടത്, മേൽനോട്ടം വഹിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണുള്ളത്? ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് മാനേജർക്കാണ്. അതുകൂടാതെ ഡിസൈനിങ്, ഇംപ്ലിമെന്റിംഗ് ആൻഡ് ട്രെയിനിങ് ഹോസ്പിറ്റൽ സ്റ്റാഫ് ഓൺ ഇൻഷുറൻസ് പ്രോട്ടോകോൾസ്. അതായത് ഇൻഷുറൻസ് പ്രോട്ടോകോൾസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രൊസീജിയറിനെ സംബന്ധിച്ച് അവിടുത്തെ ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്, പരിശീലനങ്ങൾ കൊടുക്കുക, ഇൻഷുറൻസ് പ്രോട്ടോകോളുകൾ ഡിസൈൻ ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കുക. ചുരുക്കി പറഞ്ഞാൽ എന്താണ്? ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും മേൽനോട്ടം വഹിക്കാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തിയാണ് ആര്? ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് മാനേജർ. ക്ലിയർ ആണല്ലോ? രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, സൂപ്പർവൈസ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിക്കൽ സർവീസസ് ടു ദ ഇൻഷുറൻസ് ആൻഡ് കോർപ്പറേറ്റ് പേഷ്യൻസ് ആൻഡ് കസ്റ്റമേഴ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. അതായത് ഹോസ്പിറ്റലിൽ വരുന്ന രോഗികളും
അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് രോഗികൾ, അതുപോലെ കോർപ്പറേറ്റ് പേഷ്യൻസ് ഉണ്ടായിരിക്കും. പറഞ്ഞുതരാം കേട്ടോ. കോർപ്പറേറ്റ് പേഷ്യൻസ് അവർക്കൊക്കെ ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള മെഡിക്കൽ സേവനങ്ങളുടെ അഡ്മിനിസ്ട്രേഷനില് മേൽനോട്ടം വഹിക്കാം. കോർപ്പറേറ്റ് പേഷ്യൻ എന്ന് പറഞ്ഞാല് അതായത് ഈ എംപ്ലോയ്മെന്റ് ബെനിഫിറ്റിന്റെ ഭാഗമായിട്ട് ഇൻഷുറൻസ് ഒക്കെ കിട്ടുന്ന ആൾക്കാരുണ്ടാവില്ലേ, അവരെയാണ് കോർപ്പറേറ്റ് പേഷ്യൻസ് എന്ന് പറയുന്നത്. വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് മെഡിക്കൽ ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്. കമ്പനി തന്നെ അവർക്ക് സ്പോൺസർ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരുടെ എംപ്ലോയ്മെന്റിന്റെ ഭാഗമായിട്ട് ഇൻഷുറൻസ് ഒക്കെ കിട്ടില്ലേ, ഇൻഷുറൻസ് ബെനിഫിറ്റുകൾ, ഹെൽത്ത് ഇൻഷുറൻസ് ബെനിഫിറ്റുകളൊക്കെ കിട്ടില്ലേ. അങ്ങനെയുള്ള കോർപ്പറേറ്റ് പേഷ്യൻസ്, മറ്റ് ഹോസ്പിറ്റലിലെ പേഷ്യൻസിനൊക്കെ ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള മെഡിക്കൽ സേവനങ്ങളൊക്കെ കൃത്യമായിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട് മേൽനോട്ടം വഹിക്കുക. അത് ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് മാനേജർ കേട്ടോ. അടുത്തത് മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, പ്രോസസിംഗ് ഓഫ് പേഷ്യന്റ് ഇൻഷുറൻസ് ക്ലെയിംസ്. അറിയാലോ, അതായത് പേഷ്യന്റിന്റെ ഇൻഷുറൻസ് ക്ലെയിമുകളൊക്കെ കൃത്യമായിട്ട് പ്രോസസ് ചെയ്യാം. പിന്നെ വരുന്ന പോയിന്റ് ഇതാണ്, ഇഫക്റ്റീവ് കൊളാബറേഷൻ വിത്ത് ഇൻഷുറൻസ് കമ്പനീസ്. ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് വളരെ കാര്യക്ഷമമായിട്ടുള്ള രീതിയിൽ കൊളാബറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക, സഹകരിച്ച് പ്രവർത്തിക്കുക. നമുക്കറിയാലോ, ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഒരുപാട് പേഷ്യൻസ് വരുന്നുണ്ട്. ഓരോരുത്തരും ഓരോ രീതിയിലുള്ള ഇൻഷുറൻസ് പോളിസികളും മറ്റുമാണ് എടുത്തിട്ടുണ്ടാവുക. ഓരോരുത്തരുടെ ഇൻഷുറൻസ് കമ്പനികളൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരം ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ എഫിഷ്യന്റ് ആയിട്ട് തന്നെ അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ക്ലെയിം പ്രോസസ്സുകളും മറ്റുമൊക്കെ ഹാൻഡിൽ ചെയ്യുക കേട്ടോ. അതൊക്കെ ഒരു ഇൻഷുറൻസ് എക്സിക്യൂട്ടീവിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. പിന്നെ വരുന്നത് ടു മാക്സിമൈസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. പരമാവധി ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് ക്ലെയിം പ്രോസസ്സുകൾ നല്ല രീതിയിൽ എന്താ പറയാ പ്രോസസ് ചെയ്തുകൊണ്ട് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ, അല്ലെ, രോഗികളുടെ സംതൃപ്തി മാക്സിമൈസ് ചെയ്യുക. ഓക്കെ. പിന്നെന്താണ്, ടു എൻഹാൻസ് ദ ഇമേജ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുക. പിന്നെ വരുന്നത് ടു എന്താണ്, റിവ്യൂസ് ഇൻഷുറൻസ് ക്ലെയിംസ് ടു എൻഷുർ ദ ആക്യുറസി അക്കോർഡിംഗ് ടു ദ അഗ്രിമെന്റ്. അതായത് ഈ ഒരു ഇൻഷുറൻസിന്റെ എഗ്രിമെന്റ് ഉണ്ടല്ലോ, ആ എഗ്രിമെന്റിന് അനുസരിച്ചുള്ള കൃത്യത ഉറപ്പുവരുത്താനായിട്ട് എല്ലാവിധ ഇൻഷുറൻസ് ക്ലെയിമുകളും അവലോകനം ചെയ്യാം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോ ആളുകൾ ക്ലെയിം ഉന്നയിക്കുന്ന സമയത്ത് ആ ക്ലെയിം ഒക്കെ ജെനുവിനാണോ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നോക്കണം. അവരുടെ പോളിസി പ്രകാരം, ആ എഗ്രിമെന്റ് പ്രകാരമുള്ള കാര്യങ്ങൾക്ക് അനുസൃതമായിക്കൊണ്ട് തന്നെയാണോ അവർ ക്ലെയിമുകൾ ഉന്നയിച്ചിട്ടുള്ളത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നോക്കണം. അല്ലെ, തെറ്റായിട്ടുള്ള ക്ലെയിമുകളൊന്നും അവര് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് അവര് നോക്കുന്നത് കേട്ടോ. അപ്പൊ എഗ്രിമെന്റിന് അനുസരിച്ച് കൃത്യമായിട്ടുള്ള ആ ഒരു കൃത്യത സ്ഥിരീകരിക്കാനായിട്ട് ഇൻഷുറൻസ് ക്ലെയിമുകൾ അവലോകനം ചെയ്യേണ്ടത് ഒരു ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. പിന്നെന്താണ്, ടു റിപ്പോർട്ട് ക്രിട്ടിക്കൽ ഇഷ്യൂസ് ടു ദ മാനേജ്മെന്റ്. ടു റിപ്പോർട്ട് ക്രിട്ടിക്കൽ ഇഷ്യൂസ് ടു ദ മാനേജ്മെന്റ്. അതായത് ഇൻഷുറൻസ് സംബന്ധമായിട്ട് വരുന്ന ചില പ്രശ്നങ്ങള്, ക്രിട്ടിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ആരെ അറിയിക്കാം, ഹോസ്പിറ്റൽ മാനേജ്മെന്റിനെ അറിയിക്കുക. ഓക്കെ. പിന്നെന്താണ്, ടു സബ്മിറ്റ് മന്ത്ലി റിപ്പോർട്ട്സ്. ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള മാസ റിപ്പോർട്ടുകള്, മന്ത്ലി റിപ്പോർട്ടുകൾ കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ. പിന്നെ അടുത്ത എന്താണ്, ടു അറ്റൻഡ് ആൻഡ് ഓർഗനൈസ് ദ ഇൻഷുറൻസ് പ്രസന്റേഷൻ ഇന്റേണലി ഓർ എക്സ്റ്റേണലി. അതായത് ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങള്, പ്രസന്റേഷൻസ്, അത് ഇന്റേണൽ ആയിട്ട് എവിടെ വെച്ചാൽ ഹോസ്പിറ്റലിനകത്തും അതുപോലെ ഹോസ്പിറ്റലിന് പുറത്തും ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള പ്രസന്റേഷൻസും മറ്റും കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യുക. അങ്ങനെയുള്ള പ്രോഗ്രാമുകളിൽ അറ്റൻഡ് ചെയ്യുക. അതാണ് ടു അറ്റൻഡ് ആൻഡ് ഓർഗനൈസ് ദ ഇൻഷുറൻസ് പ്രസന്റേഷൻ ഇന്റേണലി ഓർ എക്സ്റ്റേണലി. അതായത് ഹോസ്പിറ്റലിനകത്താവട്ടെ അതുപോലെ ഹോസ്പിറ്റലിന്റെ പുറത്തായിക്കോട്ടെ ഈ പറയുന്ന ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള പ്രസന്റേഷൻസുകൾ ഓർഗനൈസ് ചെയ്യുക. അങ്ങനെയുള്ള പരിപാടികളിലൊക്കെ അറ്റൻഡ് ചെയ്യുക കേട്ടോ. പിന്നെന്താണ്, ടു കണ്ടക്ട് ഡിപ്പാർട്ട്മെന്റൽ മീറ്റിംഗ്സ് വീക്കിലി. അതുപോലെ ആഴ്ചതോറും ഡിപ്പാർട്ട്മെന്റൽ മീറ്റിങ്ങുകളൊക്കെ കണ്ടക്ട് ചെയ്യും. അതായത് ഇൻഷുറൻസ് സംബന്ധമായുള്ള കാര്യങ്ങളും മറ്റുമൊക്കെ അതിനെ പറ്റിയുള്ള റിപ്പോർട്ടും ഒക്കെ തയ്യാറാക്കാനും അത് റിവ്യൂ ചെയ്യാനൊക്കെ ആയിട്ട് ആഴ്ചതോറും വീക്കിലി എന്ത് ചെയ്യാം, ഡിപ്പാർട്ട്മെന്റൽ മീറ്റിംഗ്സുകളൊക്കെ കണ്ടക്ട് ചെയ്യണം. പിന്നെ ടു മോണിറ്റർ ഇൻഷുറൻസ് ഡിസ്കൗണ്ട്സ് ആൻഡ് റിജക്ഷൻസ് കേട്ടോ. അതുപോലെ ഓരോ പേഷ്യൻസും അവരുടെ ഇൻഷുറൻസിലുള്ള ഡിസ്കൗണ്ടുകള്, ഇൻഷുറൻസ് സംബന്ധമായിട്ട് വരുന്ന റിജക്ഷൻസ് ഒക്കെ നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഡിനയിലൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ അത്തരത്തിലുള്ള റിജക്ഷൻസുകളൊക്കെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാം.
പിന്നെന്താണ് ടു മേക്ക് ഷുവർ ദാറ്റ് ഇൻഷുറൻസ് സ്കീംസ് ആർ അപ് ടു ഡേറ്റ് ഓൺ ദ സിസ്റ്റം. എല്ലാവിധ ഇൻഷുറൻസ് സ്കീമുകളും കമ്പ്യൂട്ടർ സിസ്റ്റത്തിനകത്ത് അപ് ടു ഡേറ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക കേട്ടോ. ഓരോ ഇൻഷുറൻസിനും ഓരോ രീതിയിലുള്ള പോളിസികളും ഓരോ തരത്തിലുള്ള എക്സ്ക്ലൂഷൻസ് ഒക്കെ ആണല്ലോ. അപ്പൊ അതിനനുസരിച്ചുള്ള എല്ലാം സിസ്റ്റത്തിൽ അപ് ടു ഡേറ്റ് ആയിരിക്കണം. കാരണം ഇതൊക്കെല്ലാം സിസ്റ്റം വൈസ് ആയിട്ടാണല്ലോ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനകത്തും ഇത്തരം ഇൻഷുറൻസ് സ്കീമുകളെല്ലാം തന്നെ അപ് ടു ഡേറ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക. പിന്നെന്താണ് ടു പ്രൊവൈഡ് റിക്വയർഡ് ട്രെയിനിങ് ടു സ്റ്റാഫ് അണ്ടർ ദ സൂപ്പർവിഷൻ. ടു പ്രൊവൈഡ് റിക്വയർഡ് ട്രെയിനിങ് ടു ദ സ്റ്റാഫ് അണ്ടർ സൂപ്പർവിഷൻ. അദ്ദേഹത്തിന്റെ കീഴിലുള്ള സ്റ്റാഫുകൾക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകൾക്ക് എന്ത് കൊടുക്കുക, അതിന് വേണ്ട പരിശീലനങ്ങൾ കൊടുക്കുക, മാർഗനിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാം. എസ് എ ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. പിന്നെ എന്താണ് അസ്യൂം ന്യൂ റെസ്പോൺസിബിലിറ്റീസ് ആസ് ആൻഡ് വെൻ നീഡഡ്. ആവശ്യമുള്ളപ്പോൾ ഇൻഷുറൻസ് സംബന്ധമായിട്ടൊക്കെ വരുന്ന അധിക ചുമതലകളൊക്കെ എന്ത് ചെയ്യണം, നിർവഹിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കുണ്ട്, ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് മാനേജർക്ക് ഉണ്ട്. ഓക്കെ, ഇത്രയുമാണ് അദ്ദേഹത്തിന്റെ എന്താണ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട്. ഓക്കെ ആണല്ലോ, എല്ലാം പോലെ ഓക്കെ അല്ലേ? ഇതിന് പോലെ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇതിനോട് കൂടിയിട്ട് നമ്മുടെ ആ ചാപ്റ്റർ അവിടെ തീരുകയാണ് കേട്ടോ. മെഡിക്കൽ ഇൻഷുറൻസ് കുഴപ്പമില്ല, പഠിച്ചു വന്നിട്ട് എളുപ്പമല്ലേ ചാപ്റ്റർ. നമ്മൾ കുറച്ച് ടേംസുകളൊക്കെ പരിചയപ്പെട്ടു. പിന്നെ ഇൻഷുറൻസ് പോളിസികളെ പറ്റിയിട്ട് പൊതുവായിട്ട് കവർ ചെയ്തു പോകുന്ന ചെലവുകൾ ഏതൊക്കെയാണ്, എക്സ്ക്ലൂഷൻ എന്താണ്, വെയിറ്റിംഗ് പീരീഡ് എന്താണ്, അല്ലെ? വെയിറ്റിംഗ് പീരീഡിൽ വരുന്ന ചില ഡിസീസസ് തന്നെ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്തത് മാത്രം നമ്മൾ പഠിച്ചാൽ മതി കേട്ടോ. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ 3 ഇൻഷുറൻസ് സ്കീമുകൾ നമ്മൾ പരിചയപ്പെട്ടു. ESIA, CGHS, പിന്നെ ഏതായിരുന്നു RSPY. ഓക്കെ, പിന്നെ നമ്മളൊരു ക്ലെയിം പ്രോസസ് എന്തൊക്കെയാണ്, പിന്നെ പഞ്ചായത്ത് അലയൻസിന്റെ ഒരു ക്ലെയിം പ്രോസസ്, then ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് പുതിയൊരു ചാപ്റ്റർ തുടങ്ങാം. പുതിയ ചാപ്റ്റർ തുടങ്ങിയല്ലേ, എളുപ്പമുള്ളൊരു ചാപ്റ്റർ ആണ് കേട്ടോ. വലിയ ചാപ്റ്റർ ആണ്, പക്ഷെ ഭയങ്കര എളുപ്പമുള്ളൊരു ചാപ്റ്റർ ആണ്. തുടങ്ങല്ലേ? തുടങ്ങാം. വലിയ വലിയ ചാപ്റ്ററുകളൊക്കെ എടുത്ത് തീർക്കാന്ന് ഓർത്തിട്ടാണ്. കുട്ടി കുട്ടി ചാപ്റ്റേഴ്സ് തന്നെ ലാസ്റ്റത്തേക്ക് വെച്ചാൽ മതിയോ. എളുപ്പമുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. ചാപ്റ്ററിന്റെ പേര് നോട്ട് ചെയ്ത് വെക്കാം. 4th ചാപ്റ്റർ ആണ് മെഡിക്കൽ എക്യുപ്മെന്റ്സ് കേട്ടോ. മെഡിക്കൽ എക്യുപ്മെന്റ്സ്. അപ്പോ മെഡിക്കൽ എക്യുപ്മെന്റ് പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്. കുറെയൊക്കെ നമുക്ക് അറിയാവുന്ന എക്യുപ്മെന്റ്സുകളാണ്. എനിക്ക് തോന്നുന്നു ഒരു 2-3 ഒക്കെയാണ് നമുക്ക് ഒട്ടും പരിചയമില്ലാത്തത്. ബാക്കി എല്ലാം അതും നമുക്കറിയാവുന്നതാണ്. നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അല്ലാതെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോ ഇതിന് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസും വരും. എളുപ്പമാണ് ഇതിന് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട്. കാര്യം എക്യുപ്മെന്റ് ആണ്, നമുക്ക് പെട്ടെന്ന് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ഈസിയാണ് നമുക്ക്. സോ നമുക്ക് അതിലേക്ക് കടക്കാം. മെഡിക്കൽ എക്യുപ്മെന്റ്സ് അതല്ലാതെ നമ്മൾക്ക് പ്രാക്ടിക്കലി ഇത് അറിഞ്ഞിരിക്കണം. കാര്യം ഇനിയിപ്പോ ഏതൊക്കെ എക്യുപ്മെന്റ്സുകളെ പറ്റി ഓരോ എക്യുപ്മെന്റ്സിന്റെ പേരുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ട് ഈ ഒരു ചാപ്റ്റർ പഠിച്ചു വരുമ്പോ. അപ്പൊ നോക്കാം. ചാപ്റ്റർ നമ്പർ 4 മെഡിക്കൽ എക്യുപ്മെന്റ്സ്. ഇൻട്രൊഡക്ഷൻ വായിക്കാം. മെഡിക്കൽ അപ്പാരറ്റസ് ഈസ്, മെഡിക്കൽ എക്യുപ്മെന്റ്സിനെ തന്നെയാണ് മെഡിക്കൽ അപ്പാരറ്റസ് എന്ന് പറയുന്നത് കേട്ടോ. മെഡിക്കൽ അപ്പാരറ്റസ് ഈസ് യൂസ്ഡ് ഫോർ ദ ഡെഫിനിറ്റ് പർപ്പസ് അറ്റ് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസ് ഓർ റീഹാബിലിറ്റേഷൻ ഫോളോയിങ് ഡിസീസ് ഇൻ ഇഞ്ചറി. അല്ലേ, അറിയാലോ, അസുഖം മൂലം അല്ലെങ്കിൽ പരിപ്പ് മൂലമൊക്കെ ആളുകൾക്ക് ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനും അവരുടെ രോഗം ഡയഗ്നൈസ് ചെയ്യാനും അവരെ ചികിത്സിക്കുന്നതിനുമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്, മെഡിക്കൽ അപ്പാരറ്റസുകൾ അല്ലെ, മെഡിക്കൽ എക്യുപ്മെന്റ്സുകള്. അപ്പോ ഇറ്റ് ക്യാൻ ബി ഐദർ യൂസ്ഡ് സിംപ്ലി or in conjointly with any accessory, consumable or other piece of medical apparatus. അപ്പോ ഈ മെഡിക്കൽ എക്യുപ്മെന്റ്സ് അഥവാ മെഡിക്കൽ അപ്പാരറ്റസ് എന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ സിംഗിളി യൂസ് ചെയ്യാം, ഒറ്റയ്ക്ക് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഉണ്ട്. ചില എക്യുപ്മെന്റ്സ് മറ്റു പല വലിയ എക്യുപ്മെന്റ്സുകളുടെ ഭാഗമായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതിന്റെ ചില ആക്സസറി ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ മെഡിക്കൽ എക്യുപ്മെന്റുകൾ ഉപയോഗപ്പെടുത്താറുണ്ട്. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിന്റെ 43 പഠിക്കാനുണ്ട് കേട്ടോ. 43 മെഡിക്കൽ എക്യുപ്മെന്റ്സുകളാണ് നമുക്ക് പരിചയപ്പെടാനായിട്ടുള്ളത്. ഓരോന്നിലേക്ക് നമുക്ക് കടക്കാട്ടോ, ഭയങ്കര എളുപ്പമാണ്. ഫസ്റ്റ് വൺ എന്താണ്, ഡീഫിബ്രിലേറ്റർ ആണ് കേട്ടോ. എന്താണ്
ഡീഫിബ്രിലേറ്റർ നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ? ആംബുലൻസ് സർവീസോ മറ്റൊക്കെ പഠിച്ചപ്പോ ഡീഫിബ്രിലേറ്ററിനെ പറ്റി കേട്ടിട്ടുണ്ട് അല്ലെ? എന്താണ് ഡീഫിബ്രിലേറ്റർ? പിക്ചർ നോക്കുക കേട്ടോ. എന്താണ് defibrillators are okay, correct ആണ് റെനിഷ. Resume the heartbeat. Then defibrillators are the equipment that bring back a normal heartbeat by sending an electric pulse shock to the heart. അണ്ടർലൈൻ ചെയ്തിരിക്കുക കേട്ടോ. അതായത് നമ്മുടെ ഹാർട്ടിലേക്ക് ഒരു ഇലക്ട്രിക് ഷോക്ക് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. ഒരു ഇലക്ട്രിക് ഷോക്ക് കൊടുത്തുകൊണ്ട് നമ്മുടെ ഹാർട്ട് ബീറ്റ് അല്ലെ, നമ്മുടെ ഹൃദയമിടിപ്പ് തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണെന്ത്? ഡീഫിബ്രിലേറ്റർ എന്ന് പറയുന്നത്. ഈ സിനിമയിലൊക്കെ നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടായിരിക്കും ഡീഫിബ്രിലേറ്റർ. ഞാൻ ആച്ചാറാണ് ഈ സിനിമയ്ക്കകത്തുണ്ട് ഇതിനകത്തുണ്ട്. ഓക്കെ, ഡീഫിബ്രിലേറ്റേഴ്സ് ആ എക്യുപ്മെന്റ് കണ്ടിട്ടില്ലേ? നിങ്ങളുടെ കണ്ടിട്ടില്ലേ? നെഞ്ചിൽ ഇങ്ങനെ വെക്കുന്ന സംഭവം അതാണ് കേട്ടോ. അതായത് ഒരു ഇലക്ട്രിക് പൾസ് കൊടുത്തുകൊണ്ട് നമ്മുടെ ഹാർട്ട് ബീറ്റിനെ തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്. ദാറ്റ് ഈസ് കോൾഡ് ഡീഫിബ്രിലേറ്റർ കേട്ടോ. വാരിയസ് ടൈപ്സ് ഓഫ് ഡീഫിബ്രിലേറ്റേഴ്സ് വർക്ക് ഇൻ ഡിഫറെന്റ് വേസ്. അതായത് പലതരത്തിലുള്ള ഡീഫിബ്രിലേറ്റേഴ്സ് ഉണ്ട് കേട്ടോ. അതായത് ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ ഉണ്ട്, പിന്നെ മാനുവൽ എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റേഴ്സ് ഉണ്ട്, പിന്നെ ICD എന്നൊക്കെ പറയും. അതായത് എന്താണ് ഇൻട്രോവെർട്ടറോ അങ്ങനത്തെ ഒരു കാർഡിയോവേർട്ടർ ഡീഫിബ്രിലേറ്റേഴ്സ് ഒക്കെ ഉണ്ട്. പല ടൈപ്പുകളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. പിന്നെ എന്താന്ന് വെച്ചാൽ നമുക്ക് പഠിക്കാനുള്ളത് ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ ആണ്. AED എന്നാണ് കേട്ടോ. ബ്രാക്കറ്റിനകത്ത് AFD എന്നാണ്. കറക്റ്റ് ആണോ എന്ന് എനിക്ക് അറിയില്ല, അല്ലെങ്കിൽ തിരുത്തി വെക്കാം കേട്ടോ. AED ആണ് ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ. കറക്റ്റ് ആണ്. ഓക്കെ, കുഴപ്പമില്ല. ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റേഴ്സ് which are commonly seen in many public spaces are used to save the lives of people who experience cardiac arrest. ഈ cardiac arrest പോലെയുള്ള പേഷ്യൻസിന് സംഭവിക്കുന്ന അങ്ങനെയുള്ള കേസുകളിലൊക്കെ ചില പബ്ലിക് സ്പേസിലൊക്കെ ഇത്തരത്തിലുള്ള ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റേഴ്സ് കാണാറുണ്ട്. നമ്മള് കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. ചില വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻസ്, എയർപോർട്ട്, അങ്ങനെ എയർപോർട്ട് ഒക്കെ ഇല്ലേ, അവിടെയൊക്കെ ഈ പറയുന്ന ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ ഉണ്ടാവാറുണ്ട് കേട്ടോ. പെട്ടെന്ന് എന്തെങ്കിലും ആളുകൾ കുഴഞ്ഞ് വീഡിയോ കാർഡിയക് അറസ്റ്റ് മൂലമൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അത്രയേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കി വെക്കാം. ഡീഫിബ്രിലേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു വൈദ്യുത ഷോക്ക്, ഒരു ഇലക്ട്രിക് ഷോക്ക് നമ്മുടെ ഹാർട്ടിലേക്ക് കൊടുത്തുകൊണ്ട് അതിന്റെ ഹൃദയമിടിപ്പ് തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ദാറ്റ് ഈസ് കോൾഡ് ഡീഫിബ്രിലേറ്റർ. പിന്നെ AED ഫുൾ ഫോം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ. പിക്ചർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഒരു പ്രൊസീജിയർ അവിടെ ചെറിയൊരു സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് അതിന്റെ 4 സ്റ്റെപ്പുകളാണ് കേട്ടോ. എവിടെയാ വെക്കുന്നത് നോക്കിയ പേഷ്യന്റിന്റെ ചെസ്റ്റിൽ, ഓപ്പൺ ചെസ്റ്റിലായിട്ടാണ് വെക്കുന്നത്. ഒരെണ്ണം നമ്മുടെ റൈറ്റ് ഹാൻഡിന്റെ മുകളിലായിട്ട്, മറ്റൊരെണ്ണം നമ്മുടെ ലെഫ്റ്റ് ഹാർട്ടിന്റെ താഴെ ഒരു ഭാഗത്തായിട്ടാണ്. ഈ 2 ഇലക്ട്രോഡ് പാഡ്സ് ഉണ്ട് കേട്ടോ. കേട്ടോ, ഇലക്ട്രോഡ്സ് ഒരു പാഡ്സ് ആണ്, ഇലക്ട്രോഡ് പാഡ്സ് ആണ് ഇത് കേട്ടോ. ഈ 2 ഇലക്ട്രോഡ് പാഡ്സ് ഉണ്ട്. അപ്പൊ ആദ്യം നോക്കൂ, ടേൺ ഓൺ AED, അതായത് ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ എന്ന് പറയുന്ന ഈ ഒരു മെഷീൻ ആദ്യം ഓൺ ചെയ്യുന്നു. അറ്റാച്ച് ഇലക്ട്രോഡ് പാഡ്സ് കണ്ടോ. ഇതാണ് ഈ 2 ഇലക്ട്രോഡ് പാഡ്. ഓപ്പൺ ചെസ്റ്റിലായിട്ട് ഈ ഒരു രീതിയിലാണത് ഫിക്സ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഫിക്സ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ ഫിക്സ് ചെയ്യുന്നതല്ല, കൂടുതൽ കൈ പിടിച്ചിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. AED അനലൈസിസ് കാർഡിയാക് റിതം. AED ആ ഒരു കാർഡിയാക് റിതം ഉണ്ടല്ലോ, അത് ഓട്ടോമാറ്റിക് അവിടെ ചെക്ക് ചെയ്യപ്പെടും. then press the shock button കൊടുക്കും. അതിൽ കുറെ കാര്യങ്ങളൊക്കെ പറയാം. ഓൺ ക്ലിയർ, ഓൺ ക്ലിയർ ഇതൊക്കെ ചോദിക്കും. അതൊക്കെ ചെയ്തതിന് ശേഷം അത് സ്വിച്ച് ഓൺ ചെയ്യുന്നു. പെട്ടെന്ന് ഒരു ഇലക്ട്രിക് പൾസ്, ഒരു ഷോക്ക് ഹാർട്ടിലോട്ട് കൊടുക്കുകയാണ്. ക്ലിയർ ഇല്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞത് മാത്രം കേട്ടോ. ഡോക്ടർ ആദ്യം ചോദിക്കും ഓൺ ക്ലിയർ എന്നൊക്കെ ചോദിക്കും. അതിൽ ചോദിച്ചതിന് ശേഷം എല്ലാം സെറ്റ് ആണെങ്കിൽ ഉടനെ ഇലക്ട്രിക് ഷോക്കിന്റെ ബട്ടൺ പ്രസ് ചെയ്യുകയും ഒരു ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുകയാണ്. ചിലപ്പോൾ ഫസ്റ്റ് ഷോക്കിലൊന്നും ചിലപ്പോൾ റെസ്യൂം ചെയ്ത് വരത്തില്ല. ഫസ്റ്റ് ഒരു ഷോക്ക് കൊടുക്കും, ചിലപ്പോൾ കയറി പോലും, അതല്ല ചിലപ്പോൾ 1 2 തവണ ചിലപ്പോൾ ചെയ്യണം. ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ ഹാർട്ട് തിരിച്ച് കയറി പോലും, ഹാർട്ട് ബീറ്റ് തിരിച്ച് കയറി പോലും കേട്ടോ. അപ്പൊ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ് ഡീഫിബ്രിലേറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് പരിചയമുള്ള ആളാണ് ആര്? തെർമോമീറ്റർ. അറിയാലോ, തെർമോമീറ്റർ ഒക്കെ നമുക്കറിയാം. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലെ, ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുള്ളതാണ്.
ഫസ്റ്റ് വൺ എന്താണ്? ഡിജിറ്റൽ തെർമോമീറ്റർ. അതെനിക്ക് തോന്നുന്നു മിക്കവരുടെ വീടുകളിൽ ചിലപ്പോൾ ഉണ്ടാവും. കൊച്ചു കുട്ടികളൊക്കെ ഉള്ളവരുടെ വീടുകളിൽ മിക്കവാറും ഈ ഒരു ഡിജിറ്റൽ തെർമോമീറ്റർ ഉണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പൊ ഡിജിറ്റൽ തെർമോമീറ്ററിന്റെ പ്രത്യേകത ഉണ്ട്. ഡിജിറ്റൽ തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഗീവ്സ് ദ ഫാസ്റ്റസ്റ്റ് ആൻഡ് മോസ്റ്റ് ആക്യുറേറ്റ്. എല്ലാവരുടെയും കയ്യിൽ കാണുന്നത്. അപ്പൊ നമുക്ക് ഇറ്റ് ഗീവ്സ് ദ ഫാസ്റ്റസ്റ്റ് ആൻഡ് മോസ്റ്റ് ആക്യുറേറ്റ് റിസൾട്ട്. ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടും ഏറ്റവും മോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് തരുന്ന ഒരു തെർമോമീറ്റർ ആണ് ഇത് ഡിജിറ്റൽ തെർമോമീറ്റർ അല്ലെ. ഓക്കെ, ഡിജിറ്റൽ തെർമോമീറ്റർ ആണ് നമുക്ക് മേടിക്കാൻ നമുക്ക് പോർട്ടബിൾ ആയിട്ടുള്ള ഒരു തെർമോമീറ്റർ ആണ് അല്ലെ ഡിജിറ്റൽ തെർമോമീറ്റർ എന്ന് പറയുന്നത്. അടുത്തതാണ് 4 ടൈപ്പ് പഠിക്കാനുണ്ട് കേട്ടോ. ഡിജിറ്റൽ തെർമോമീറ്റർ ഉണ്ട്, ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ ഉണ്ട്, പിന്നെ ഫോർഹെഡ് തെർമോമീറ്റർ ഉണ്ട്, ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്റർ ഉണ്ട്. അങ്ങനെ 4 ടൈപ്പാണ് നമുക്ക് അവിടെ പഠിക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, ഇത് അടുത്തത് രണ്ടാമത്തത് ഈ ഡിജിറ്റൽ തെർമോമീറ്റർ അറിയാൻ ഇതാണ് കേട്ടോ പിക്ചർ. നെക്സ്റ്റ് വരുന്നതാണ് ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ കേട്ടോ. ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ ഇതിന് പറയുന്ന മറ്റൊരു പേര് അത് നോട്ട് ചെയ്ത് വെക്കാം. ടിംപാനിക് തെർമോമീറ്റർ എന്നതിന് പറയുന്നുണ്ട് കേട്ടോ. എന്താണ് പറയാ? ടിംപാനിക് തെർമോമീറ്റർ എന്നും ഇതിനെ പറയാറുണ്ട്. നമുക്ക് ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ അഥവാ ടിംപാനിക് or ear thermometers measure the temperature inside the ear canal by the way of infrared ray technology. Okay, അപ്പൊ എന്താണ് ഇയർ തെർമോമീറ്റർ അഥവാ ടിംപാനിക് തെർമോമീറ്റർ? എന്നൊരു ടിംപാനിക് എന്ന് പറയാൻ കാരണം ടിംപാനം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് നമ്മുടെ ചെവിയിലെ കർണപടം എന്നൊക്കെ പറയും. ഇയർ ഡ്രം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തിനെ അവിടെയുള്ള ഒരു എന്താ പറയുക ആവരണമുണ്ട്, ഒരു മെംബ്രെയിൻ ഉണ്ട്. അതിനെയാണ് നമ്മൾ ടിംപാനം എന്നാണ് പറയുക കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ പേര് അങ്ങനെ വരുന്നത്, ടിംപാനിക് തെർമോമീറ്റർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഈ ഒരു തെർമോമീറ്റർ നമ്മുടെ ഇയറിൽ വെക്കുമ്പോ സ്വാഭാവികമായിട്ടും നമ്മളുടെ ശരീരത്തിന്റെ ഊഷ്മാവ് അവിടെ നിന്ന് വരുന്ന റേഡിയേഷൻസിനെ ഈ ടിംപാനത്തിലൂടെ റേഡിയേഷൻസ് പുറത്തു വരുന്നുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ ആ ഒരു ഊഷ്മാവ് താപനം. അപ്പൊ ആ റേഡിയേഷൻസ് പുറത്തു വരുമ്പോ നമ്മൾ ഈ ടിംപാനിക് തെർമോമീറ്റർ വെച്ച് കഴിയുമ്പോൾ ഈ ടിംപാനിക് തെർമോമീറ്ററിനകത്ത് ഒരു ഇൻഫ്രാറെഡ് സെൻസറുകൾ ഉണ്ട്. അവിടെ ഉപയോഗിക്കുന്ന ഇൻഫ്രാറെഡ് റേ ടെക്നോളജി, ഇൻഫ്രാറെഡ് സെൻസറുകൾ ഉണ്ട്. അപ്പൊ ടച്ച് ചെയ്യണ്ട, സെൻസർ ഉണ്ട് അതിനകത്ത്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ വെക്കുമ്പോൾ നമ്മുടെ ആ ഒരു ടിംപാനത്തിൽ വരുന്ന ആ ഒരു എന്താ പറയുക ഹീറ്റ് റേഡിയേഷൻസ് ഉണ്ടല്ലോ, അത് ഈ ഒരു സെൻസർ ക്യാപ്ചർ ചെയ്തെടുക്കുകയും കറക്റ്റ് ആ ഒരു ടെമ്പറേച്ചർ അവിടെ എന്ത് ചെയ്യുന്നു എന്താണ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും കേട്ടോ. ഇവിടെ കാർന്നല്ലാട്ടോ, ഇയർ എന്നാണ് കേട്ടോ. ഓക്കെ, ഇവിടെ കാർന്നാണ്, ഇത് ഇയർ ആണ് കേട്ടോ. ഇയർ തെർമോമീറ്റർ എന്നാണ്. ഓക്കെ, ഇയർ ആണ് കേട്ടോ, കാർന്നല്ല ഇയർ എന്നാണ്. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്ന ഇത്രയേ ഉള്ളൂ. ഇൻഫ്രാറെഡ് സെൻസറുകൾ ഈ ഒരു തെർമോമീറ്ററിനകത്തുണ്ട്. അപ്പൊ ഈ തെർമോമീറ്റർ ജസ്റ്റ് നമ്മുടെ ചെവിയുടെ ഉള്ളിലേക്ക് വെക്കുമ്പോൾ തന്നെ നമ്മുടെ ടെമ്പറേച്ചർ ഈ ഒരു ടിംപാനത്തിലൂടെ പുറത്തോട്ട് റേഡിയേഷൻസ് വരുന്നുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ റേഡിയേഷൻസ് പുറത്തോട്ട് വരുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് ഈ സെൻസർ പിടിക്കും. ഈ സെൻസർ ക്യാപ്ചർ ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള റീഡിംഗ് അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അതാണ് എന്ത് ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ അഥവാ ടിംപാനിക് തെർമോമീറ്റർ. പിക്ചർ അവിടെ ഉണ്ടായിരുന്നു, നോക്കട്ടെ. Again. ഈ പിക്ചർ ഒന്ന് നോക്കിയേ, നിങ്ങള് കണ്ടോ? ഈ പിക്ചർ കണ്ടോ? ഇതാണ് കേട്ടോ, ഈ സംഭവമാണ് ടിംപാനിക് തെർമോമീറ്റർ. കണ്ടോ? ഇത് ഈ ഒരു ഭാഗം നമ്മുടെ ചെവിയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ വെക്കും. അതിങ്ങനെ ടച്ച് ചെയ്യണ്ട, ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ മതി. ഓക്കെ, പിന്നെ അത് ഇൻഫ്രാറെഡ് സെൻസർ ഉണ്ട്. ഈ സെൻസർ ബോഡിയിൽ നിന്ന് വരുന്ന ടെമ്പറേച്ചറിനെ ക്യാപ്ചർ ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് ഇവിടെ കാണിക്കും, ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഇതാണ് എന്ത് ടിംപാനിക് തെർമോമീറ്റർ. അതിന്റെ പിക്ചർ അവിടെ കൊടുത്തിട്ടില്ല കേട്ടോ.
ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്തതാണ് എന്ത്, അപ്പൊ ഇതൊക്കെ അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ, ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് ഫോർ ഹെഡ് തെർമോമീറ്റർ. നമ്മൾ ഡോക്ടേഴ്സിന്റെ കയ്യിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മളൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ഹെഡിൽ വെക്കുമ്പോ തന്നെ ആ സംഭവമാണ് കേട്ടോ, ഫോർ ഹെഡ് തെർമോമീറ്റർ. ഇതിന്റെ പിക്ചർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫോർ ഹെഡ് തെർമോമീറ്റേഴ്സ് യൂട്ടിലൈസ് ഇൻഫ്രാറെഡ് സെൻസേഴ്സ് ടു മെഷർ ദ ടെമ്പറേച്ചർ. അപ്പൊ നമ്മള് ടിങ്കാനിക്കിലെ പോലെ തന്നെ ഫോർ ഹെഡ് തെർമോമീറ്റർ വീട്ടിലുണ്ടാവും. ഓക്കെ, ഫോർ ഹെഡ് തെർമോമീറ്ററിനകത്തും എന്താണ് ഉപയോഗിക്കുന്നത്, ഇൻഫ്രാറെഡ് സെൻസറുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ഇത്തരത്തിലുള്ള ഇയർ തെർമോമീറ്ററിന്റെ ഫോർ ഹെഡ് തെർമോമീറ്ററിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് അറിയാമോ? നമുക്ക് ഇത് ടച്ച് ചെയ്യണ്ട, വിത്തൗട്ട് ടച്ചിങ് ദ സ്കിൻ. സ്കിന്നിനെ ടച്ച് ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് പറ്റും. അത് മാത്രമല്ല, ഈ സ്കിന്നിലൊക്കെ ടച്ച് ചെയ്യുന്നത് മൂലമുള്ള കണ്ടാമിനേഷനും ഡിസ്കംഫർട്ട് ഒക്കെ നമുക്ക് ഇതിലൂടെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതേസമയം ഡിജിറ്റൽ തെർമോമീറ്റർ, മെർക്കുറി തെർമോമീറ്റർ നമ്മുടെ സ്കിന്നിൽ ടച്ച് ചെയ്യണം അല്ലെ, നമുക്ക് ചെറിയൊരു ഡിസ്കംഫർട്ട് ഒക്കെ ഫീൽ ചെയ്യും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഏതിന് വരുന്നില്ല, ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്ററിനും ഫോർ ഹെഡ് തെർമോമീറ്ററിനും ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നല്ലേ ഉള്ളൂ, ടച്ച് ചെയ്യുന്നില്ല. സോ അതൊക്കെ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് പറയുന്നത്. അതൊക്കെയാണ് ഇന്നിപ്പോ കൂടുതലും ഹോസ്പിറ്റലുകളിൽ ഉപയോഗപ്പെടുത്തുന്നത്. അടുത്തതാണ് എന്ത്, പഴയ കാലത്തൊക്കെ ഉള്ളത് ഇപ്പോഴും ഉണ്ട്, ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്റർ അല്ലെ. ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്റർ എന്താണ്, മെർക്കുറി തെർമോമീറ്റർ ഗീവ്സ് പ്രിസൈസ് ടെമ്പറേച്ചർ റീഡിങ്സ് ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ഓറലി, റെക്ടലി ഓർ അണ്ടർ ദ ആം കേട്ടോ. അപ്പൊ ഈ ഒരു ഗ്ലാസ് തെർമോമീറ്റർ നമുക്ക് പറയാം മെർക്കുറി തെർമോമീറ്റർ എന്ന് പറയാം. ഓക്കെ, ഇത്തരം മെർക്കുറി തെർമോമീറ്റർ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാം, ഓറലി നമുക്ക് ഉപയോഗിക്കാം അല്ലെ, ഓറലി യൂസ് ചെയ്യാം. ആദ്യം നിമ്മി കാണിക്കുന്നുണ്ട് കേട്ടോ, കണ്ടുവിട്ടാ നിമ്മി. ഓക്കെ ഓക്കെ, എല്ലാവരും ഒന്ന് നോക്കിക്കേ, അതാണ് സംഭവം കേട്ടോ, ഫോർ ഹെഡ് തെർമോമീറ്റർ. ഓക്കെ ഓക്കെ നബി, താങ്ക് യു. പെട്ടെന്ന് എല്ലാവരും. അപ്പോ ഇത് നമുക്ക് ഗ്ലാസ് തെർമോമീറ്റർ എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഓറലി ഉപയോഗിക്കാം. ഓക്കെ, അതുപോലെ റെക്ടലി നമ്മൾ വായിൽ വെക്കാറുണ്ട്, റെക്ടലി ഉപയോഗിക്കാം കേട്ടോ. ദാറ്റ് മീൻസ് നമ്മുടെ മലദ്വാരം വഴിയായിട്ടും ഉപയോഗിക്കാറുണ്ട് കുട്ടികളിലൊക്കെ കേട്ടോ. അതുപോലെ അട്ടരുടെ ആം അറിയാലോ, ഓക്കെ, അട്ടരുടെ ആമിൽ വെച്ചും നമുക്കിത് ഉപയോഗിക്കാം. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. തെർമോമീറ്റർ നമ്മുടെ സ്റ്റഡിയാണ് കേട്ടോ. മൂന്നാമത്തെ എന്താണ്, ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ് ആണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഇപ്പോഴും കാണുന്ന സംഭവമാണ് അല്ലെ, ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ്. ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്, സ്വിഗ്മോ മാനോമീറ്റർ. നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ മതി കേട്ടോ. ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ് എന്നൊന്നും പറയണ്ട, നിങ്ങളിങ്ങനെ പറയണം സ്വിഗ്മോ മാനോമീറ്റർ എന്ന് വേണം പറയുന്നത്. ഓക്കെ, നോക്കാം. ബ്ലഡ് പ്രഷർ ഗേജ് or blood pressure monitor is an equipment used to measure the lost pressure എന്ന് വേണ്ട കേട്ടോ, പ്രഷർ എന്ന് പറഞ്ഞാൽ മതി. ലോസ്റ്റ് എന്നൊന്നും പറയുന്നത് പ്രഷർ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. നമ്മുടെ പ്രഷർ അല്ലെ, നമ്മുടെ BP അല്ലെ, ബ്ലഡ് പ്രഷർ, അത് മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന അപ്പാരറ്റസ്. ഓക്കെ, നോക്കാം. ഇതിന് സ്വിഗ്മോ മാനോമീറ്റർ എന്നാണ് പറയുക കേട്ടോ. എ സ്വിഗ്മോ മാനോമീറ്റർ includes an inflatable cuff, a measuring unit and a mechanism for inflation which can be handled manually. Okay, ഈ പ്രാക്ടീസ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, സ്വിഗ്മോ മാനോമീറ്റർ. ഇതിനൊരു ഇൻഫ്ലേറ്റബിൾ ആയിട്ടുള്ള ഒരു കഫ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഇൻഫ്ലേറ്റബിൾ കഫ്, ഇതിന് റാപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കഫ് ഉണ്ട്. മീൻസ് ശരിക്കും പറഞ്ഞാല് അതൊരു എന്താ പറയാ, റബ്ബർ ബ്ലാഡർ ആണ് ശരിക്കും. ഈ സംഭവം ഉണ്ടല്ലോ, ഈ ഒരു ഗ്രേ കളറിൽ ഇരിക്കുന്ന റാപ്പ് ചെയ്യാൻ പറ്റും, നമ്മുടെ കയ്യിൽ റാപ്പ് ചെയ്യുന്നുണ്ടല്ലോ, അത് ശരിക്കും ഒരു റബ്ബർ ബ്ലാഡർ ആണ് ശരിക്കും. ദാറ്റ് ഈസ് കവേർഡ് വിത്ത് ക്ലോത്ത് ആണ്, ദാറ്റ് ഈസ് കവേർഡ് വിത്ത് ക്ലോത്ത് ദാറ്റ് റാപ്സ് അറൗണ്ട് അവർ, നമ്മുടെ കൈയുടെ ഭാഗത്ത് ഇവിടെ എന്ത് ചെയ്യുന്നത്, റാപ്പ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, അതാണ് ഇൻഫ്ലേറ്റബിൾ കപ്പ് എന്ന് പറഞ്ഞാൽ. അത് കൂടാതെ ഒരു മെഷറിംഗ് യൂണിറ്റ് കേട്ടോ, ഇവിടെ ഒരു മെഷറിംഗ് യൂണിറ്റ് ഉണ്ട്. അതുപോലെ മെക്കാനിസം ഫോർ ഇൻഫ്ലേഷൻ, ഇൻഫ്ലേഷൻ ചെയ്യാനുള്ള ഒരു മെക്കാനിസം കേട്ടോ, ഒരു പഴുപ്പ് പമ്പ് പോലെ കാണാം അല്ലെ. ഈ ഒരു ഇൻഫ്ലേഷൻ കപ്പ് നമ്മള് ആമിന്റെ ഇവിടെ എന്ത് ചെയ്യുന്നു, റാപ്പ് ചെയ്യും അല്ലെ. റാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഈ കപ്പ് വെച്ച് ഇൻഫ്ലേഷൻ പമ്പ്, പഴുപ്പ് പമ്പ് വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്യും. പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ടൈറ്റ്നെസ് അനുഭവപ്പെടും അല്ലെ. ടൈറ്റ് അനുഭവപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രത്യേകിച്ച് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആർട്ടറിയിലൂടെ പോകുന്ന ബ്ലഡ് ഉണ്ടല്ലോ, അതിന് ശരിക്കും ബ്ലോക്ക് ചെയ്യാൻ പാകത്തിൽ അത്രയധികം ടൈറ്റ് ആക്കണം. ടൈറ്റ് ചെയ്യുമ്പോഴാണ്
അപ്പൊ പ്രഷർ കിട്ടുന്നത് ടൈറ്റ് ചെയ്തെങ്കിൽ പതുക്കെ റിലീസ് ചെയ്യും. എത്രത്തോളം ബ്ലഡ് പ്രഷർ അവിടെ വരുന്നുണ്ട്, പ്രഷർ എത്രത്തോളം വരുന്നത് മാക്സിമം ടൈറ്റ് ചെയ്യും. അപ്പൊ ടൈറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് മീൻസ് ശരിക്കും ആർട്ടറിയിലൂടെ ആ ബ്ലഡിന്റെ ഫ്ലോ ഉണ്ടല്ലോ അത് ശരിക്കും ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ വരെ അത്രയും ടൈറ്റ് ചെയ്യും. അപ്പോഴാണ് നമുക്ക് പ്രഷർ കിട്ടുള്ളൂ. എത്രത്തോളം പ്രഷർ വരുന്നുണ്ട് then പതുക്കെ റിലീസ് ചെയ്യും അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള ബൾബും പമ്പും ഇവിടെ ഉപയോഗിക്കുന്നത് നമുക്ക് അറിയാവുന്നതാണ്. which can be handled manually. നിങ്ങളോട് ചോദിക്കാൻ എന്താണ് ബ്ലഡ് പ്രഷർ അപ്പാരറ്റസിന്റെ എന്താണെന്ന് ചോദിച്ചിട്ട് പറയാതെ സ്വിഗ്മോ മാനോമീറ്റർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് എന്താണ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മളൊക്കെ ഡെയിലി അല്ല പലപ്പോഴും കണ്ടിട്ടുള്ളതല്ലേ, അതുകൊണ്ടൊന്നും പഠിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ വരുന്നതാണിത് ലാരിംഗോസ്കോപ്പ്. ഈ സംഭവം കേട്ടോ ചിലപ്പോ അധികം ഫെമിലിയർ ആയിരിക്കില്ല. ഇതിന്റെ പേരാണ് ലാരിംഗോസ്കോപ്പ്. പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും. എവിടെ ഒബ്സർവ് ചെയ്യാനായിട്ടായിരിക്കും? ലാരിങ്സ് അല്ലെ. ലാരിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ത്രോട്ടിന്റെ ഭാഗം അല്ലെ, നമ്മുടെ വോയിസ് ബോക്സ് അല്ലെ, നമ്മുടെ ശ്വാസനാളം. ലങ്സ് എല്ലാം മെയിൻ ആയിട്ട് നമ്മുടെ ത്രോട്ടിന്റെ ഭാഗമുണ്ട് കേട്ടോ ലാരിങ്സ്. ആ ഒരു ഭാഗം എന്താണ് പാർട്ട് ഓഫ് അവർ എന്താണ് റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ തന്നെ ഭാഗമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ആ ഒരു ഭാഗത്തിനെ നമ്മുടെ ത്രോട്ടിന്റെ ഭാഗമായിട്ടുള്ള ലാരിങ്സ് അല്ലെ, ആ ഒരു ഭാഗത്തിനെ ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ് ലാരിംഗോസ്കോപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ലാരിംഗോസ്കോപ്പ് is to observe the larynx, a part of the throat. അല്ലെ, നമ്മുടെ ത്രോട്ടിന്റെ ഭാഗമാണ് ലാരിങ്സ്. ഓക്കെ, ആ ഒരു ഭാഗത്തിനെ ഒബ്സർവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്. ആ ഒരു എക്യുപ്മെന്റിന് ലാരിംഗോസ്കോപ്പ് എന്ന് പറയും. അത് ഉപയോഗിച്ച് ചെയ്യുന്ന പ്രൊസീജിയറിന് ലാരിംഗോസ്കോപ്പി എന്നാണ് നമ്മൾ പറയുക കേട്ടോ. ലാരിംഗോസ്കോപ്പി is a medical approach that is used to get a view of the larynx. ലാരിങ്സ് വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ഉപയോഗിക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് ലാരിംഗോസ്കോപ്പി. അതിന് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ് ലാരിംഗോസ്കോപ്പ്. ഓക്കെ, ഇതാണ് സംഭവം കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് ഓക്സിജൻ മാസ്ക്. ഓക്സിജൻ മാസ്ക്. An oxygen mask offers a method to carry the breathing oxygen gas from a storage tank to the lungs. The storage tank എന്ന് പറയുമ്പോൾ ഓക്സിജൻ ടാങ്കിൽ നിന്ന് അല്ലെ നമ്മുടെ ലങ്സിലോട്ട് ശ്വാസകോശത്തിലോട്ട് ഓക്സിജൻ ഗ്യാസിനെ സപ്ലൈ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ഓക്സിജൻ മാസ്ക്. ഓക്കെ, ഓക്സിജൻ മാസ്ക് may wrap only the nose and mouth or the whole face. ഓക്സിജൻ മാസ്ക് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് നോസും മൗത്തും ചിലപ്പോൾ ഹോൾ ഫേസിനെ വരെ റാപ്പ് ചെയ്ത് കവർ ചെയ്യുന്ന തരത്തിലുള്ള ഓക്സിജൻ മാസ്കുകൾ ഉണ്ട്. They may be made up of plastic, silicone or rubber. അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഓക്സിജൻ മാസ്കുകൾ നിർമ്മിക്കാൻ എന്തൊക്കെ മെറ്റീരിയലുകൾ നമുക്ക് ഉപയോഗപ്പെടുത്താം? പ്ലാസ്റ്റിക് ഉപയോഗിക്കാം, സിലിക്കോൺ അതുപോലെ തന്നെ റബ്ബർ കേട്ടോ. ഈ പറയുന്ന 3 മെറ്റീരിയൽസുകളും ഉപയോഗിക്കാറുണ്ട്. പ്ലാസ്റ്റിക്, സിലിക്കോൺ ഓർ റബ്ബർ. എന്തുണ്ടാക്കാനാണ് ഓക്സിജൻ മാസ്ക് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്? ഇത്രയും ക്ലിയർ ആണോ? നെക്സ്റ്റ് വരുന്നതാണ് ECG അഥവാ ഇലക്ട്രോ കാർഡിയോഗ്രാഫ് അല്ലെ. ECG ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. എന്താണ് ECG എന്ന് പറഞ്ഞാല്? നമ്മുടെ ഇലക്ട്രോഡുകൾ ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മുടെ ഹാർട്ടിന്റെ അല്ലെ, നമ്മുടെ ഹൃദയത്തിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റികള് അല്ലെ, ആക്ടിവിറ്റി റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ECG മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? ഹാർട്ടിലെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ECG ഉപയോഗപ്പെടുത്തുന്നത്. ഓക്കെ, നോക്കാം. ഇലക്ട്രോ കാർഡിയോഗ്രാഫ് is the process of recording the electrical function of the heart over a period of time using electrodes which are put on the skin. ഇതൊക്കെ നമുക്കറിയാം. ഇങ്ങനെയുള്ള ഒരുപാട് ഇലക്ട്രോഡ്സുകൾ ഉണ്ട് അല്ലെ. ഇത്തരം ഇലക്ട്രോഡ്സുകൾ നമ്മുടെ സ്കിന്നിൽ വെച്ചുകൊണ്ട് ഒരു നിശ്ചിത സമയത്ത് ചിലപ്പോൾ ഒരു 10 minutes or 5 minutes അത്രയും എടുക്കുന്നുള്ളൂ അല്ലെ, അവിടെ കുറച്ച് സമയത്തേക്ക് മാത്രമായിട്ട് നമ്മൾ എന്താണ് ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ഫങ്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ദാറ്റ് ഈസ് കോൾഡ് ഇലക്ട്രോ കാർഡിയോഗ്രാഫി. ECG അഥവാ ECG എന്ന് പറയാം. EKG എന്ന് പറഞ്ഞാലും ശരിയാണ് കേട്ടോ. ECG അല്ലെങ്കിൽ EKG എന്ന് പറയാറുണ്ട്. ഓക്കെ, അടുത്തത് 7ാമത്തേതാണ് വെയിങ് മെഷീൻ. ഓക്കെ, വെയിങ് മെഷീൻ 2 ടൈപ്പിലുള്ള വെയിങ് മെഷീൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ചിലപ്പോൾ ചിലരുടെ വീടുകളിൽ ഉണ്ടാവും ഈ ടൈപ്പ് ഓഫ് മെഷീൻ. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ചിലപ്പോൾ ഡിജിറ്റൽ സ്കെയിൽ എന്ന് പറയാം കേട്ടോ. ഡിജിറ്റൽ സ്കെയിൽ is a kind of electronic. ഇതാണ് ഡിജിറ്റൽ സ്കെയിൽ കേട്ടോ.
weighing machine. A digital scale എന്നും പറയാം ട്ടോ. Digital scale is a kind of electronic weighing machine, which measures many readings that include body weight, body fat, BMI, etc. അതായത് നമ്മുടെ ബോഡി വെയിറ്റ്, ബോഡി ഫാറ്റ്, BMI ഉൾപ്പെടെയുള്ള എന്താണ് ഉൾപ്പെടെയുള്ള മെഷർമെന്റ്സ്, റീഡിങ്സുകൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് അല്ലെ, അതിന്റെ ഡിജിറ്റൽ സ്കെയിൽ എന്ന് പറയാം ട്ടോ. എന്താണ് വെയിറ്റ് മെഷീൻ. ഓക്കെ, ബോഡി വെയിറ്റ്, ബോഡി ഫാറ്റ്, BMI എന്ന് പറഞ്ഞാൽ എന്താണ് ബോഡി മാസ് ഇൻഡെക്സ് എന്നാണ് ട്ടോ. കറക്റ്റ് ആണ് ട്ടോ. ബോഡി മാസ് ഇൻഡെക്സ് അറിയാത്തവരൊന്ന് എഴുതി വെക്കാം ട്ടോ. BMI ബോഡി മാസ് ഇൻഡെക്സ് ട്ടോ. അതായത് നമ്മുടെ വെയിറ്റ് ഉണ്ടല്ലോ, വെയിറ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ ആണ് BMI എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ വെയിറ്റ് കിലോഗ്രാമിലുള്ള നമ്മുടെ വെയിറ്റ് അതേ ഡിവൈഡഡ് ബൈ നമ്മുടെ ഹൈറ്റ് ഇൻ മീറ്ററിൽ അതിന്റെ സ്ക്വയർ എടുക്കുക. ഓക്കെ, അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് BMI കേട്ടോ, ബോഡി മാസ് ഇൻഡെക്സ് ലഭിക്കുന്നത്. നെക്സ്റ്റ് ഇതിൽ വേറെ എക്സ്പ്ലനേഷൻസ് ഒന്നും നമുക്ക് തരാനില്ല, അതൊക്കെ അറിയാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നതാണ് ട്രോളീസ് അല്ലെ. ഇഷ്ടംപോലെ ട്രോളികൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ ഹോസ്പിറ്റലിൽ പോകുമ്പോ. തന്നെ ട്രോളീസ്. The objective of using trolleys in hospital is to move the things from one place to another place without any risk. അറിയാലോ, ഇതിന് നമ്മൾ ട്രോളി ഇതേ സെന്റൻസുകൾ തന്നെ നോക്കി വെക്കാം ട്ടോ. ഈ സെന്റൻസ് ഒക്കെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് അങ്ങനെ തന്നെ എടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ നോക്കുക, അതായത് നമ്മളൊരു ഹോസ്പിറ്റലിലെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക്, മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് സാധനങ്ങളൊക്കെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ട്രോളി എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, ഹോസ്പിറ്റൽ ട്രോളി വിത്തൗട്ട് എനി റിസ്ക്, പ്രത്യേകിച്ച് ഒരു റിസ്കും ഇല്ലാതെ നമുക്ക് സാധനങ്ങൾ മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ഏതാണ് ട്രോളിയാണ്. ഇനി നോക്കാം, ഹോസ്പിറ്റൽ ട്രോളീസ് ആണ്. പല ടൈപ്പ് ട്രോളികൾ ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഫ്ലാഷ് കാർട്ട് ട്രോളി ഉണ്ട്, മെഡിസിൻ ട്രോളി ഉണ്ട്, SS ഡ്രസ്സിംഗ് ട്രോളി എന്ന് വെച്ചാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് കേട്ടോ. SS എന്ന് വെച്ചാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഡ്രസ്സിംഗ് ട്രോളി ഉണ്ട്. അതുപോലെ ഇൻസ്ട്രുമെന്റ് ട്രോളി ഉണ്ട്. ഈ പേരിൽ തന്നെ നമുക്ക് കുറെയൊക്കെ മനസ്സിലാവും. ക്രാഷ് കാർട്ട് ട്രോളി എന്ന് പറയുന്നത് ക്രാഷ് ആവാന്ന് വെച്ചാൽ എന്താ, പ്ലെയിൻ ക്രാഷ് എന്നൊക്കെ പറയില്ലേ. ക്രാഷ് എന്ന് പറയുന്നത് എന്താ, ഭയങ്കരമായിട്ടുള്ള അപകടങ്ങൾ അല്ലെ, എമർജൻസി ഒക്കെ വരുന്ന സമയത്ത് എന്താണ് എക്യുപ്മെന്റ്സുകള്, മറ്റുള്ള മെഡിസിൻസ് ഒക്കെ ഷിഫ്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ക്രാഷ് കാർട്ട് ട്രോളി ഉപയോഗിക്കുന്നത്. എമർജൻസി സിറ്റുവേഷന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകള്, മറ്റുള്ള മെഡിസിൻസ് ഒക്കെ ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ക്രാഷ് കാർട്ട് ട്രോളി ഉപയോഗിക്കുന്നത്. മെഡിസിൻ ട്രോളി എന്ന് പറയുന്നത് അറിയാലോ, മെഡിസിൻസും മറ്റും ഒക്കെ കൊണ്ടുപോകുന്ന മെഡിസിൻ ട്രോളി ഉണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഡ്രസ്സിംഗ് ട്രോളി എന്ന് പറയുന്നത് കൂടുതലും വൂണ്ട് കെയറുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെ, ഡ്രസ് ചെയ്യാനായിട്ട് വൂണ്ട് കെയർ, മുറിവൊക്കെ പറ്റി കഴിഞ്ഞാൽ വൂണ്ട് കെയറുമായിട്ട് ബന്ധപ്പെട്ട മെഡിസിൻസുകൾ, മറ്റുള്ള എന്താ പറയുക ഇൻസ്ട്രുമെന്റ്സുകൾ, എക്യുപ്മെന്റ്സുകൾ അതൊക്കെ കൊണ്ടുപോകാനായിട്ടാണ് നമ്മുടെ ഡ്രസ്സിംഗ് ട്രോളീസ് ഉപയോഗപ്പെടുത്തുന്നത്. പിന്നെ അതുപോലെ ഇൻസ്ട്രുമെന്റ് ട്രോളികളുണ്ട്. വലിയ വലിയ ഇൻസ്ട്രുമെന്റുകളൊക്കെ ക്യാരി, കാർഡിയാക് മോണിറ്റർ, ECG മെഷീൻസ് ഒക്കെ പോലെയുള്ള ഇൻസ്ട്രുമെന്റുകൾ മറ്റും കൊണ്ടുപോകുന്നതിനാണ് ഇൻസ്ട്രുമെന്റ് ട്രോളികൾ എവിടെയുണ്ട് ഹോസ്പിറ്റലിൽ. ഇപ്പൊ ട്രോളി തന്നെ പല ടൈപ്പ് ഉണ്ട് കേട്ടോ. ക്രാഷ് കാർട്ട് ട്രോളി ഉണ്ട്, മെഡിസിൻ ട്രോളി ഉണ്ട്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ഡ്രസ്സിംഗ് ട്രോളി ഉണ്ട്, അതുപോലെ ഇൻസ്ട്രുമെന്റ് ട്രോളി ഉണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? എട്ടെല്ലാം നോക്കിയല്ലേ നിങ്ങൾക്ക്? പഠിക്കാൻ. പിന്നെ 9ാമത്തെ എന്താണ്, വീൽ ചെയർ അല്ലെ. ഓക്കെ, വീൽ ചെയർ എന്താണ്? വീൽ ചെയർ ഈസ് എ ഫീൽഡ് മൊബിലിറ്റി ഇൻസ്ട്രുമെന്റ് അല്ലെ. വീലുള്ള മൊബിലിറ്റി അല്ലെ, മൂവബിൾ ഇൻസ്ട്രുമെന്റ് ആണ് വീൽ ചെയർ എന്ന് പറയുന്നത്. The instrument is moved manually or via various automated systems അല്ലെ. That means by turning the wheels by the hand അല്ലെ. ഈ വീൽ ചെയർ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ. നമുക്ക് മാനുവലി മൂവ് ചെയ്യാൻ പറ്റുന്ന അല്ലെ, അതായത് നമുക്ക് അതിന്റെ കൈ ഉപയോഗിച്ച് മാനുവലി മൂവ് ചെയ്യാൻ പറ്റുന്ന വീൽ ചെയർസ് ഉണ്ട്. അതുകൂടാതെ വാരിയസ് ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള വീൽ ചെയർസ് ഉണ്ട് കേട്ടോ. നമ്മുടെ ബാംഗ്ലൂർ സിനിമയിൽ കണ്ടിട്ടില്ലേ, അങ്ങനത്തെ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള വീൽ ചെയർസും ഉണ്ട്. ഓക്കെ, പിന്നെന്താണ്, വീൽ ചെയർസ് ആർ യൂസ്ഡ് ഫോർ ദ പീപ്പിൾ who feel walking is difficult or impossible because of illness, injury or disability. Physiological or physical അറിയാലോ, അതായത് നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ നടക്കാൻ സാധിക്കാത്ത പേഷ്യൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. എന്തെങ്കിലും ഇൽനെസ്, ഇഞ്ചുറിയോ മറ്റെന്തെങ്കിലും ഡിസേബിലിറ്റിയോ പോലെ നടക്കാൻ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിനെ സഹായിക്കുന്ന എക്യുപ്മെന്റ് ആണ് വീൽ ചെയർ എന്ന് പറയുന്നത്. It is a movable instrument. It is a wheeled mobility instrument. Okay.
അടുത്തത് എന്താണ്? സ്ട്രക്ചർ. അതും നമുക്കറിയാവുന്നതാണ് അല്ലെ? സ്ട്രക്ചർ. A structure is an instrument used for carrying patients who need medical care. മെഡിക്കൽ കെയർ ആവശ്യമായിട്ടുള്ള പേഷ്യൻസിനെ ക്യാരി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് എക്യുപ്മെന്റ് ആണ്? സ്ട്രക്ചർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ. അടുത്തത് സ്ട്രക്ചേഴ്സ് ആർ മെയിൻലി യൂസ്ഡ് ഇൻ അക്യൂട്ട് ഔട്ട് ഓഫ് ഹോസ്പിറ്റൽ കെയർ സിറ്റുവേഷൻസ് ബൈ ദ എമർജൻസി മെഡിക്കൽ സർവീസ്. പൊതുവെ നമ്മൾ സ്ട്രക്ചറുകൾ ഉപയോഗപ്പെടുത്തുന്നത് എമർജൻസി മെഡിക്കൽ സർവീസിന്റെ ഭാഗമായിട്ട് എന്ന് പറഞ്ഞാൽ ആംബുലൻസിലൊക്കെ അല്ലെ, എന്നുവെച്ചാൽ ഹോസ്പിറ്റലിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അത് കൂടാതെ കൂടുതൽ നമ്മൾ എവിടെ ഉപയോഗപ്പെടുത്തുന്നത് എമർജൻസി മെഡിക്കൽ സർവീസിന്റെ ഭാഗമായിട്ട് ഔട്ട് ഓഫ് ഹോസ്പിറ്റൽ കെയർ സിറ്റുവേഷൻ, ആശുപത്രിക്ക് പുറത്ത് പെട്ടെന്ന് ഒരു ആക്സിഡന്റ് പറ്റി അവിടുത്തെ പേഷ്യന്റിന്റെ ആളുകള് പ്രോട്ടീൻ എടുത്തുകൊണ്ട് വരുന്നത് അല്ലെ, അങ്ങനെയുള്ള എമർജൻസി മെഡിക്കൽ സേവനങ്ങളുടെ ഭാഗമായിട്ട് എന്താണ് ഹോസ്പിറ്റലിന് പുറത്തുള്ള സേവനങ്ങൾക്കാണ് കൂടുതലും നമ്മൾ എന്ത് ഉപയോഗപ്പെടുത്താറുള്ളത്? സ്ട്രക്ചർ ഉപയോഗപ്പെടുത്താറുള്ളത്. ഹോസ്പിറ്റലിനകത്ത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്, പക്ഷെ കൂടുതൽ അതിന്റെ ഉപയോഗം വരുന്നത് ഔട്ട് ഓഫ് ഹോസ്പിറ്റൽ കെയർ സർവീസസിലാണ്. ആസ് എ പാർട്ട് ഓഫ് എമർജൻസി മെഡിക്കൽ സർവീസ് അല്ലെ, ആംബുലൻസിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? സ്ട്രക്ചറുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. അടുത്തത് എന്താണ്? സക്ഷനിങ് മെഷീൻ ആണ് അല്ലെ. സക്ഷനിങ് മെഷീൻ, ഇതൊരു മെഷീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സക്ഷനിങ് മെഷീൻ ആ പേരിൽ തന്നെ കിടപ്പുണ്ട്, സക്ക് ചെയ്യാനായിട്ട് അല്ലെ, സക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെഷീനാണ്. A suctioning machine is a movable instrument. അത് ഒരു മൂവ് ചെയ്യാൻ പറ്റുന്ന, ഫിക്സഡ് ആയിട്ടുള്ളതല്ല, നമുക്ക് മൂവ് ചെയ്യാം, കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു മൂവബിൾ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആണ് സക്ഷനിങ് മെഷീൻ എന്ന് പറയുന്നത്. എവിടെയാണ് അത് ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ഫീൽഡ് ഓഫ് മെഡിസിൻ ഫോർ സക്കിംഗ് ഫ്ലൂയിഡ്സ് ഫ്രം എ പേഴ്സൺസ് എയർവേസ് ആൻഡ് മൗത്ത്. അതായത് നമ്മുടെ പേഷ്യന്റിന്റെ ശ്വാസനാളം അല്ലെങ്കിൽ മൗത്തിലൊക്കെ എന്തെങ്കിലും ബ്ലഡോ സ്പ്യൂട്ടമോ അല്ലെങ്കിൽ മറ്റുള്ളതൊക്കെ എന്തെങ്കിലും വസ്തുക്കളോ ആവാം. ഓക്കെ. അപ്പൊ അതൊക്കെ സക്ക് ചെയ്യാനായിട്ട് അല്ലെ, വലിച്ചെടുക്കുന്നത്, അത് തന്നെ ന്യൂട്രൻസ് ഫ്ലൂയിഡ്സ് വലിച്ചെടുക്കുന്നതിന്, സക്ക് ചെയ്യാന്ന് വെച്ചാൽ എന്താ? വലിച്ചെടുക്കുക അല്ലെ. അങ്ങനെ വലിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് സക്ഷൻ മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ. വേറായാലോ സക്ഷനിങ് മെഷീൻ എന്താണെന്നുള്ളത്? സക്കിങ് അല്ലെ, സക്കിങ് മെഷീൻ ആണ് അല്ലെ, സക്കിങ് ഫ്ലൂയിഡ്സ് പേഴ്സൺസ് എയർവേസ് ആൻഡ് മൗത്ത്. നെക്സ്റ്റ് വരുന്നതാണ് ഫ്ലോ മീറ്റർ. മിക്കപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫ്ലോ മീറ്റർ അല്ലെ. നമ്മുടെ ആ ഓക്സിജൻ സിലിണ്ടറിനോട് കൂടിയൊക്കെ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ഒരു സംഭവം. ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആയിട്ട് എടുക്കുന്ന സമയത്ത് ആരെങ്കിലൊക്കെ കാണുമ്പോൾ പിന്നെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഉറപ്പാണ്. ഓക്സിജൻ സിലിണ്ടറിന്റെ ഒക്കെ മുകളിലായിട്ടൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട് ഫ്ലോ മീറ്റർ. ഓക്കെ. അപ്പൊ നോക്കാം, a device that controls and gauges the flow of a fluid and gas. ഫ്ലൂയിഡ്സോ അല്ലെങ്കിൽ മറ്റുള്ള മെഡിക്കൽ ഗ്യാസുകളുടെയൊക്കെ ഫ്ലോ അല്ലെ, ആ ഒരു ഫ്ലോയിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ് ഫ്ലോ മീറ്റർ. പേരിൽ തന്നെ ഫ്ലോ മീറ്റർ ആണ് അല്ലെ. ഇതിന്റെ ഫ്ലോയിനെയാണ് മെഡിക്കൽ ഗ്യാസസ് ആവാം, മറ്റുള്ള മെഡിക്കൽ ആവാം, അതിന്റെ ഫ്ലോ ഒഴുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ, അതിനെ അളക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ്, അതൊരു എക്യുപ്മെന്റ് ആണ് ഫ്ലോ മീറ്റർ എന്ന് പറയുന്നത്. എവിടെ കൂടുതൽ ഉപയോഗിക്കാം? ഇൻ അനസ്തെറ്റിക് ഗ്യാസ് മെഷീൻ. It is the flow meter that gases by speed of flow based on their viscosity and density. അല്ലെ, എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? അതായത് ഈ പറയുന്ന ഗ്യാസുകള് ലിക്വിഡ്സിന്റെ വിസ്കോസിറ്റി, അതുപോലെ തന്നെ അതിന്റെ ഡെൻസിറ്റി, സാന്ദ്രത, ഇതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിന്റെ ഫ്ലോയിനെ കൺട്രോൾ ചെയ്യുന്നത്. മിക്കവാറും അനസ്തെറ്റിക് ഗ്യാസ് മെഷീന്റെ ഓക്സിജൻ സിലിണ്ടറിന്റെ ഒക്കെ ഭാഗമായിട്ട് ഈ ഒരു ഫ്ലോ മീറ്റർ ഉപയോഗിക്കാൻ തുടക്കം പറഞ്ഞില്ലേ. ഈ പറയുന്ന മെഡിക്കൽ എക്യുപ്മെന്റ് എന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്ക് സിംഗിൾ ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റു വല്ല എക്യുപ്മെന്റിന്റെ ഭാഗമായിട്ടും കൺജോയിന്റ് ആയിട്ടും നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ. ഈ ഫ്ലോ മീറ്റർ എന്ന് പറഞ്ഞാൽ ഇതിനെ കൺജോയിന്റ് ആയിട്ട് ഉപയോഗിക്കും, മറ്റുള്ള വലിയ വലിയ എക്യുപ്മെന്റുകളുടെ ഒക്കെ ഒരു ഭാഗമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അനസ്തെറ്റിക് ഗ്യാസ് മെഷീൻ ഉണ്ട്, അതിന് വോയിസ് മെഷീൻ ആണ് പറയുക. ആ മെഷീന്റെ ഒക്കെ ഭാഗമായിട്ട് അതിന്റെ ഒരു പാർട്ടായിട്ട് ഉപയോഗിക്കുന്ന ആളാണ് ഫ്ലോ മീറ്റർ എന്ന് പറയുന്നത്. അവിടെ ഗ്യാസിന്റെ വിസ്കോസിറ്റി, വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ ഒഴുക്കിനെതിരെ പ്രവർത്തിക്കുന്ന ഫോഴ്സ് ആണ് കേട്ടോ. ഒഴുക്കിനെ എതിരെ പ്രവർത്തിക്കുന്ന ഫോഴ്സ് ആണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ആ വിസ്കോസിറ്റി അതുപോലെ ഡെൻസിറ്റി, സാന്ദ്രത എന്നൊക്കെ പറയും. ഓക്കെ, അതിന്റെ തിക്നെസ്, അതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഗ്യാസിന്റെ ഫ്ലോയിനെ കൺട്രോൾ ചെയ്യുന്ന മെഷീൻ ഏതാണ്? അത് ഫ്ലോ മീറ്റർ ആണ്. ഓക്കെ, ആണല്ലോ. അടുത്തത് സിറിഞ്ച് പമ്പ്. എന്താണ് സിറിഞ്ച് പമ്പ് കേട്ടോ? ഇതാണ് പിക്ചറിൽ കാണാൻ സിറിഞ്ച് പമ്പ്. കാര്യം ഒരു സിറിഞ്ചാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്.
അതുകൊണ്ടാണ് അതിന്റെ പേര് സിറിഞ്ച് പമ്പ് കേട്ടോ. ചില എക്യുപ്മെന്റ് വരുമ്പോൾ നമുക്ക് ഒരുപോലെ ഫീൽ ചെയ്യും. സിറിഞ്ച് പമ്പ് പഠിച്ചിട്ട് ഇൻഫ്യൂഷൻ പമ്പ് പഠിക്കുകയാണെന്ന് തന്നെ. ഇൻഫ്യൂഷൻ പമ്പ് അപ്പൊ രണ്ടും ചിലപ്പോൾ കേൾക്കുമ്പോൾ ഒരുപോലെ തോന്നും. അപ്പൊ അതൊക്കെ നോട്ട് ചെയ്ത് പഠിക്കാം. ചിലതിങ്ങനെ കൺഫ്യൂസ്ഡ് ആക്കുന്ന ചില എക്യുപ്മെന്റ്സുകളുണ്ട്, ഒരേപോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അങ്ങനെ ഒരെണ്ണമാണ് സിറിഞ്ച് പമ്പ്. ഇനി കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഇൻഫ്യൂഷൻ പമ്പ് പഠിക്കാനുണ്ട്. അത് ഏകദേശം ഇതുപോലെ തന്നെ ഇരിക്കുന്നത്, ചെറിയ വ്യത്യാസമുള്ളൂ കേട്ടോ. അപ്പൊ നോക്കാം സിറിഞ്ച് പമ്പ്. അപ്പൊ ഏതിൽ എന്തുകൊണ്ടാണ് സിറിഞ്ച് ഉണ്ടാവുന്നത് കേട്ടോ. നോക്കാം. A syringe driver or syringe pump, it is a little infusion pump. ഇൻഫ്യൂസ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? കുത്തുക അല്ലെ, ഇൻജെക്ട് ചെയ്യുക. അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻഫ്യൂഷൻ പമ്പാണ് കേട്ടോ. കാര്യത്തിൽ പറയുന്നുണ്ട് സം കൺസിസ്റ്റ് ഓഫ് ഇൻഫ്യൂസ് വിത്ത് ഡ്രോ കേപ്പബിലിറ്റി. ചിലതിന് ഇൻഫ്യൂസ് ചെയ്യാനും മാത്രമല്ല തിരിച്ചിങ്ങനെ വലിച്ചെടുക്കാനും ഡ്രോ ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി ഉണ്ട് കേട്ടോ. Okay, that is correct. Little infusion pump that is used to administer gradually small amounts of fluid bracket with or without medication to a patient or for the use in chemical and biomedical research. Okay, the syringe pump നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചെറിയ എമൗണ്ടില്, വളരെ ചെറിയ എമൗണ്ടില് ഒരു കൃത്യമായിട്ടുള്ള നിരക്കില് ഈ പറയുന്ന മെഡിക്കേഷൻസോ മറ്റു ഫ്ലൂയിഡ്സുകളോ പേഷ്യന്റിന് അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? സിറിഞ്ച് പമ്പ് ഉപയോഗപ്പെടുത്തുന്നത്. ഇപ്പൊ നമ്മൾ IV ഫ്ലൂയിഡ് IV ഇടയില്ലേ, അതേ പർപ്പസ് തന്നെയാണ് ഇവിടെ സിറിഞ്ച് പമ്പിലൊക്കെ. സിറിഞ്ചിൽ ഇങ്ങനെ മരുന്ന് നിറച്ചു കഴിഞ്ഞാൽ ടൈമൊക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇത്ര ടൈമിനുള്ളില് അത് കൃത്യമായിട്ട് അഡ്മിനിസ്റ്റർ, ആ ടൈം സെറ്റ് ചെയ്ത് വെക്കാം. ആ ടൈം സെറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക് അതിങ്ങനെ നടന്നോളും. അപ്പൊ ഇങ്ങനെ സ്ലോവില് ചെറിയ എമൗണ്ടില്, വളരെ ചെറിയ സ്മോൾ എമൗണ്ടില് ഒരു കൃത്യമായിട്ടുള്ള നിരക്കില് ഫ്ലൂയിഡ് നമുക്ക് ഇൻജെക്ട് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് കഴിയുന്നതോടുകൂടി ഒരു ബീപ്പിംഗ് സൗണ്ട് വരുന്നില്ല, ഓട്ടോമാറ്റിക് അത് സ്റ്റോപ്പ് ആവും. ഒരു ബീപ്പിംഗ് സൗണ്ട് വരുമ്പോൾ നമുക്ക് അത് സ്റ്റോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക് സ്റ്റോപ്പ് ആവും. അങ്ങനെയുള്ള ഒരു എക്യുപ്മെന്റ് ആണ് കേട്ടോ. സിറിഞ്ച് പമ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഒരു എന്താണ്, ഒരു ഇൻഫ്യൂഷൻ, ചെറിയൊരു ഇൻഫ്യൂഷൻ പമ്പാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ ചെറിയ എമൗണ്ടില് കൃത്യമായിട്ടുള്ള നിരക്കില് മെഡിക്കേഷൻസിന്റെ പേഷ്യന്റിന്റെ ശരീരത്തിൽ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ്. പിന്നെ ഈ കെമിക്കൽ ബയോമെഡിക്കൽ റിസർച്ചിന്റെ ഭാഗമായിട്ടും നമ്മൾ ഈ ഒരു എക്യുപ്മെന്റ് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത നമുക്കറിയാലോ സ്റ്റെതസ്കോപ്പ് അല്ലെ. എന്താണ് സ്റ്റെതസ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? The stethoscope is an auditory medical device for the auscultation. Auscultation എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേറൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഉദ്ദേശിക്കുന്നത് auscultation ഇൻസ്ട്രുമെന്റിൽ അതിന്റെ ശബ്ദമാണ് കേട്ടോ, ഇന്റേണൽ സൗണ്ട്സ്. അതായത് നമ്മുടെ ബോഡിയിലുള്ള ഇന്റേണൽ സൗണ്ട്സുകളൊക്കെ മെഷർ ചെയ്യാനായിട്ട്, കേൾക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ആ ഒരു വാക്കാണ് കേട്ടോ auscultation എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. So stethoscope is an auditory medical device for the auscultation. പ്രത്യേകിച്ച് നമ്മുടെ ഇന്റേണൽ ബോഡി സൗണ്ട്സുകളും മറ്റുമൊക്കെ കേൾക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന മെഡിക്കൽ ഡിവൈസ്. Or listening to the inner sounds of an animal or human body. Okay, animal അല്ലെങ്കിൽ human bodyയിലുള്ള inner സൗണ്ടുകൾ, ഹാർട്ടിന്റെ ബീറ്റ്, ലങ്സിന്റെ ആ ഒരു സങ്കോച വികാസം, ഇതൊക്കെ നമുക്ക് അതിലൂടെ കൃത്യമായിട്ട് കേൾക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇതിന് പ്രത്യേകത എന്താണ്? ഇറ്റ് ഹാവ് എ സ്മോൾ ഡിസ്ക് ഷേപ്ഡ് റെസൊനേറ്റർ ആണല്ലോ. ഞാൻ റെസൊനേറ്റർ കേട്ടോ, ഡിസ്ക് ഷേപ്ഡ് ആണല്ലോ. ഡിസ്ക് ഷേപ്ഡ് റെസൊനേറ്റർ ദാറ്റ് ഈസ് പുട്ട് അഗെയിൻസ്റ്റ് ദി ചെസ്റ്റ്. അത് നമ്മുടെ ചെസ്റ്റിൽ വെക്കുന്നു. And the two tubes connected to the earpieces. രണ്ട് ട്യൂബുകൾ ഉണ്ട്, that is connected to the earpieces. It is often used to hear the sounds of the lungs and the heart. അപ്പോൾ സ്റ്റെതസ്കോപ്പ് നമ്മൾ ഉപയോഗിക്കുന്ന ഹാർട്ടിന്റെ മാത്രമല്ല ലങ്സിന്റെയും കേട്ടോ. ഹാർട്ടിന്റെ ലങ്സിന്റെ ഒക്കെ സൗണ്ട് കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റെതസ്കോപ്പ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഇത് ഇത്രയും മതി കേട്ടോ. ബാക്കി നമുക്ക് ക്രാഷ് കാർട്ടൊക്കെ അടുത്ത ക്ലാസ്സിൽ പറയാം. കുറെയൊക്കെ നമുക്ക് പരിചിതമായിട്ടുള്ള എക്യുപ്മെന്റ്സുകളാണ് കേട്ടോ. അൺമ്യൂട്ട് ചെയ്യാണ്, ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കേണ്ട. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ശരി, നെക്സ്റ്റ് ക്ലാസ്സിൽ. താങ്ക് യു.